എൻ്റെ എത്ര കുട്ടികൾ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്? ഗുരുകുലത്തിൽ നിന്ന് എത്ര പേര് ക്ലാസ്സിലുണ്ട്? രേണു മഹേന്ദ്രനെ ഞാൻ കണ്ടു. വേറെ എത്ര പേരുണ്ട്? നമസ്തേ, ഹരേ കൃഷ്ണ. കുഞ്ഞു മാലയിട്ട്. സൈന ചേച്ചി, ഹരേ കൃഷ്ണ. നമസ്കാരം ജയശ്രീ അമ്മേ. 53 വ്യൂസ്. ഓക്കെ രേണു, ബാക്കി എത്ര പേര് നമ്മുടെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട് ഗുരുകുലത്തിൽ നിന്ന്? 7 മണിക്ക് നിങ്ങൾക്ക് സൂം ക്ലാസ് ഉണ്ട് കേട്ടോ. ഇന്ന് മോളുടെ എക്സാം ആണ്, പ്രാർത്ഥിക്കണേ. രമ്യ മാതാജിയുടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട്. 7 മണിക്ക് കുട്ടികൾക്ക് സൂം ക്ലാസ് ഉണ്ട്, നിർബന്ധമായിട്ട് കയറണം. കഴിഞ്ഞ പ്രാവശ്യം രമ്യ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ എക്സാം ഇന്ന് നിങ്ങൾക്ക് 7 മണിക്കാണ്. ഇതുവരെ ഞാൻ എടുത്ത ഫസ്റ്റ് ചാപ്റ്റേഴ്സ് മുഴുവൻ എനിക്ക് നിങ്ങൾ സ്വയം പറഞ്ഞു തരണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദ്യം ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇത്ര ക്ലാസ്സിൽ മാതാജി പഠിപ്പിച്ചെന്നത് അത് നിങ്ങൾ തന്നെ നിങ്ങളുടേതായ ഭാഷയിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പ്രഭാത മഞ്ജരി ആയിരുന്നു, പക്ഷേ എനിക്ക് പ്രഭാതത്തിൽ എടുക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണം. ഇന്നിപ്പം നമ്മൾ ഗീതയാണ് എടുക്കുന്നത്. ഗീതയിലെ എല്ലാവർക്കും അറിയാം, നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ വേദം ഉണ്ടല്ലേ? ഓക്കെ, വേദ നിങ്ങൾ ഇത്രയും ചാപ്റ്റർ എത്തിയിട്ടില്ല, പക്ഷെ വെറുതെ ഒന്ന് കേട്ടോളൂ ബ്രീഫായിട്ട്. ഓക്കെ, ഇത് കേൾക്കുമ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതായത് ആദ്യം പറഞ്ഞു തന്ന ആ ഒരു 4 അധ്യായങ്ങളിലുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അപ്പോൾ കേട്ടാൽ മതി, വേറെ ഒന്നും കൂടുതലൊന്നും അത് ഈ പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് കുട്ടികൾ ആരും ചിന്തിക്കരുത്. എൻ്റെ കുട്ടികളോടാണ് കേട്ടോ, ഗുരുവായൂർ ഗുരുകുലത്തിലെ കുട്ടികളോടാണ്. കൂടുതലൊന്നും ഡീപ്പായിട്ട് ചിന്തിക്കരുത്, അത് വിട്ടേക്കണം. ഇത് പിന്നെ പിന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ എല്ലാവർക്കും അറിയാം, ഗുരുവായൂർ മഞ്ജരീസിലൂടെ നമ്മൾ നമ്മുടെ കലാഭവൻ മണി സേവന ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ടൊരു 3 പേരുടെ കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചത്. അതിനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഹരേ കൃഷ്ണാച്ച, അതും കൂടെ ഒന്ന് മൈൻഡിൽ വെക്കുക. പിന്നെ 23rd, 24th, 25th ക്രിസ്മസ് ആണ്. ഇനിയിപ്പോൾ 22nd ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ക്രിസ്മസ് വെക്കേഷനോടനുബന്ധിച്ചിട്ട് നല്ല റൂം ബുക്കിംഗ് എൻക്വയറി വരുന്നുണ്ട്. അതുകൊണ്ട് 23rd അല്ലെങ്കിൽ 24th ഈവനിങ് വിളിച്ചിട്ട് മാതാജി എങ്ങനെയെങ്കിലും റൂം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം ആ ഡേറ്റ്സിന് ഞാൻ പോലും വരുന്നില്ല. അത്രയ്ക്ക് കാല് കുത്താൻ പറ്റാത്ത രീതിയിൽ വെക്കേഷൻ ടൈമിൽ നല്ല റഷായിരിക്കും. കാരണം ഇത് ശബരിമല സീസണാണ്. അപ്പം ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, നല്ല റഷ് ആയതുകൊണ്ട് റൂംസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദയവായി നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ നേരത്തെ പറയാം. 24th റൂം ചോദിച്ചാൽ ഞാൻ തരൂല കേട്ടോ, റൂം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്, കാരണം എനിക്ക് ഏകാദശിയോടനുബന്ധിച്ച് ഇത് നല്ല അനുഭവമാണ്. രാത്രി 12 മണിക്ക് ഗുരുവായൂർ വന്നിറങ്ങിയിട്ട് റൂം വേണം മാതാജി, ഞങ്ങൾക്ക് എവിടെയും നിൽക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ എന്നെയും ടെൻഷനാക്കരുത്, നിങ്ങളും ടെൻഷനാവരുത്. അതുകൊണ്ട് നേരത്തെ തന്നെ എൻക്വയറി ഉള്ളവർ മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് ഒന്നുകിൽ മെസ്സേജ് അയച്ചിടുക, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം. അങ്ങനെ മെസ്സേജ് അയച്ചിട്ടവരെ എല്ലാം ഞാനിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളിൽ പലർക്കും അറിയാം. പിന്നെ വെക്കേഷൻ ടൈം, ഏപ്രിൽ മാസം വിഷു ആണ്, അതും കൂടി ഒന്ന് ആലോചിക്കുക. വിഷു ടൈമിലും നിങ്ങൾക്ക് വെക്കേഷൻ ടൈമിൽ റൂം വേണമെങ്കിലും നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുക, പെട്ടെന്ന് കിട്ടില്ല. ക്ലിയർ? മറ്റെന്തെങ്കിലും എനിത്തിങ് എൽസ് മഞ്ജരീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെസ്സേജസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടും. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ മെസ്സേജ് നോക്കുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് പറയരുത്. ഇനി ഒരു 700 മെസ്സേജസും കൂടെ ഉണ്ട്, ഞാൻ നോക്കിക്കോളാം. പിന്നെ നമ്മുടെ മഞ്ജരീസിലെ രമ്യ മാതാജിയുടെ ഹസ്ബൻഡ് ശബരിമലയ്ക്ക് പോയി. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. കിച്ചൂടൻ്റെ വലിയ അനുഗ്രഹം. അദ്ദേഹം ഒത്തിരി എന്താ പറയുക, ഒരുപാട് ഒരു വല്ലാത്തൊരു ക്യാരക്ടറായിരുന്നു. ഞാൻ അങ്ങനെ പറയല്ല, ഓരോരുത്തരുടെ ക്യാരക്ടറല്ലേ. പക്ഷെ അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് മലയ്ക്ക് പോയിരിക്കുകയാണ്. ആ കുടുംബം നന്നായി സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കട്ടെ. പിന്നെ നിങ്ങൾക്കുള്ള ഗുരുവായൂർ വന്നാലുള്ള വെജ് റെസ്റ്റോറൻറ്റിൻ്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതിൻ്റെ വെജിറ്റേറിയൻ മെനു റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിലും FBയിലും ഇടാം. ഇനി മുതൽ ഗുരുവായൂർ വന്നിട്ട് ആരും വെജ് ഫുഡിന് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. വെജ് ഫുഡ് നമ്മുടെ മഞ്ജരീസിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ½ an hour നിങ്ങൾക്ക് ഫുഡ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത്രയൊക്കെ മഞ്ജരീസിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജസ്?
പിന്നെ നിങ്ങൾക്ക് കുറേ ഓൺലൈൻ പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ട്, ബുക്സ്, സാധനങ്ങൾ, അതിൻ്റെയൊക്കെ ബില്ല് ആരും കിട്ടി മാതാജി എന്ന് പറഞ്ഞ് വിളിക്കേണ്ട, മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി. എൻ്റെ കയ്യിൽ നിങ്ങളുടെ എല്ലാവരുടെ ബില്ലും ഇവിടെയുണ്ട്. കറക്റ്റായിട്ട് ഞാൻ നിങ്ങളെ വിളിക്കും, പേയ്മെൻറ്റ് മേടിക്കും. ഹരേ കൃഷ്ണ. പിന്നെ ആർക്കെങ്കിലും പേയ്മെൻറ്റ് തരാൻ കുറച്ച് ഡിലേ ഉണ്ട് എന്നാണ്, പൈസ ഇല്ല, അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ടെൻഷനൊന്നും അടിക്കേണ്ട, സമയമെടുത്ത് തന്നാൽ മതി. ആരും നിങ്ങളെ പിടിച്ചു വയ്ക്കൊന്നുമില്ല. മഞ്ജരീസിൽ തന്നെയാണ് നിങ്ങൾ ബുക്സൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ. എവിടെയാണ് ഭയങ്കര മഴ? ബിന്ദു മാതാജി, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വിളിക്കൂ. എവിടേക്കോ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് ഒക്കെ വരുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കൂ കേട്ടോ. പുറത്തേക്കൊന്നും അധികം പോകണ്ട, സേഫായിട്ടിരിക്കുക. പിന്നെ മറ്റെന്തെങ്കിലും? ആർക്കും ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഗീത ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ മാതാജി എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കമൻ്റ് ഇട്ടാൽ, റൂംസ് നമുക്ക് തെക്കേ നടയിൽ. മാല വേണം. എന്ത് മാലയാണ് വേണ്ടത്? കണ്ടിമാല, സാക്ഷിമാല, ജപമാല, കുറേ മാലകളുണ്ട്. മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടും എന്ത് മാലയാണെന്നുള്ളത്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. 37 ഷെയറോ? 98 മെമ്പേഴ്സ് ഉണ്ടായിട്ട് 37 ഷെയർ എന്ന് പറയുമ്പോൾ ഭയങ്കര ബാഡാണ്. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. 37 ഷെയർ എന്ന് പറഞ്ഞാൽ മഞ്ജരീസിന് നാണക്കേടാണ്. മഞ്ജരീസ് ഏത് ഫേസ്ബുക്ക് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാലും ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേജാണ് മഞ്ജരീസിൻ്റെത് അല്ലേ. അപ്പോൾ മഞ്ജരീസിൽ 37 ഷെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. പെട്ടെന്ന് ഷെയർ ചെയ്യൂ, ചടപടയെന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ ഗീത 400 മാതാജി, നിങ്ങളുടെ വിലയേറിയ ഷെയറിംഗ് ആണ് മഞ്ജരീസിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ആലപ്പുഴയിലാണോ മഴ? സേഫായിട്ട് ഇരിക്കൂ കേട്ടോ. മാക്സിമം ഷെയർ ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ. ജയ് ഗുരുദേവ്. പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലേർട്ട്, ശ്രദ്ധിക്കൂ കേട്ടോ. പിന്നെ നമ്മുടെ കൃഷ്ണയുടെ പേരിലാണ് നമ്മുടെ കിച്ചൂട്ടൻ്റെയും ശ്രീമതി രാധാറാണിയുടെയും ഹാരം. 30 ഷെയർ എൻ്റെത് മാത്രം. ഓ, ദിവ്യ മാതാജി 30 ഷെയർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇനി ആരാണുള്ളത് ദിവ്യ മാതാജിയെ തോൽപ്പിച്ചുകൊണ്ട് കൂടുതൽ ഷെയർ നേടാൻ വേണ്ടിയിട്ട്? ആരെങ്കിലും ഉണ്ടോ? ദിവ്യ മാതാജിയാണ് 30 ചെയ്തിരിക്കുന്നത്. 108 പേരുണ്ടായിട്ട് ബാക്കി 7 എണ്ണം. വളരെ മോശം കേട്ടോ, ഭയങ്കര മോശം. ഗീത അജി മാതാജി എനിക്ക് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടും. 56 ഷെയർ ആയിട്ടേ ഉള്ളൂ അല്ലേ? ഇല്ല, ശ്രീനിവാസ കല്യാണ ബാലാജിയുടെ ഫോട്ടോ ഞാൻ പെട്ടെന്ന് അയച്ചുതരാം. ആലപ്പുഴയിൽ മഴ. ആലപ്പുഴയിലുള്ളവരൊക്കെ കുറച്ചുകൂടെ സേഫായിട്ടിരിക്കണം, പുറത്തൊന്നും പോകരുത്. യാതൊരുവിധ വിഷമമുള്ള മെസ്സേജുകളും മഞ്ജരീസിലേക്ക് കേൾക്കാൻ ഇടവരരുത്. ഒന്ന് സെൻഡ് ചെയ്യുമോ? തീർച്ചയായിട്ടും സെൻഡ് ചെയ്യും. എന്താണ് സെൻഡ് ചെയ്യേണ്ടത്? 250 രൂപയുടെ ഒരു മാല എന്ന് പറഞ്ഞിട്ട് എന്ത് മാലയാണുള്ളത്? അങ്ങനെ ഒരു മാല ഇല്ലല്ലോ മഞ്ജരീസിൽ. 250 രൂപയുടെ മാല, 110 രൂപയുടെ ഉണ്ട്, 180ൻ്റെ ഉണ്ട്, 60ൻ്റെ ഉണ്ട്. 250 രൂപയുടെ മാല എന്ത് മാലയാണ് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ. അപ്പം നമുക്ക് അമ്മൂസിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് കരഞ്ഞു. അയ്യോ, അതേത് ചാനൽ? ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മൂസിന് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളത്. അതേതാണ്? ഫിലിം സൂപ്പർ, കണ്ടപ്പോൾ കണ്ടു നിറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഒരാളെങ്കിലും പറഞ്ഞല്ലോ എൻ്റെ സിനിമ കണ്ട് കരഞ്ഞെന്ന്. താങ്ക് യു സോ മച്ച്. മാതാജിയാണ് വില പറഞ്ഞത് 250 എന്നോ? മാതാജി അങ്ങനെ ഒരു വില പറഞ്ഞില്ലല്ലോ 250 എന്ന്. 280 എന്ന് പറഞ്ഞാണ്, 250 എന്ന് പറഞ്ഞിട്ടില്ല. ജപമാല സെറ്റ് 280 കേട്ടത് മിസ്റ്റേക്കായി അല്ലേ? സാരല്ല. ഫിലിം സൂപ്പറാണ് കേട്ടോ. ഓ, താങ്ക് യു. കുരിശിൻ്റെ വഴിയെ സൂപ്പർ, താങ്ക് യു. ഇനി ഒരെണ്ണം ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം അത് ഡബിങ് ചെയ്തത് ഞാൻ തന്നെയാണ്, പക്ഷേ അത് ഭയങ്കര പ്രശ്നമാണ്. അതിൽ ഞാൻ നെഗറ്റീവ് റോളാണ് ചെയ്തത്. ലെറ്റ്സ് സീ, സാരല്ല. സൗമ്യ മാതാജി ഈ ലോകത്തൊന്നല്ല. ഏതെന്ന്? ഞങ്ങളിന്ന് എല്ലാവരുടെ സിനിമയ്ക്കൊക്കെ പോയില്ലേ സൗമ്യ മാതാജി? എന്തറിഞ്ഞു? നേരത്തിനും കാലത്തിനൊക്കെ ഗ്രൂപ്പിൽ കയറണേ, എന്നാലേ ഇതൊക്കെ അറിയത്തുള്ളൂ അല്ലേ പ്രസന്ന മാതാജി? ഓ ഇല്ല ദിവ്യ മാഡം, മറക്കുന്നില്ല. ചെയ്യാം രാജീവ് മാതാജി, മെസ്സേജ് ഇട്ട് വയ്ക്കൂ. ബിന്ദു മാതാജി സങ്കടം വന്നു സിനിമ കണ്ടിട്ട്. സാരമില്ല, ഞാൻ നിങ്ങൾക്ക് സന്തോഷമുള്ള കോമഡി സൂപ്പർ നൈറ്റ് സീസൺ 2 ഒക്കെ അയച്ചു തരാം. അപ്പം നിങ്ങൾക്ക് സന്തോഷമാവില്ലേ കോമഡി കണ്ടു കഴിഞ്ഞാൽ? ഓക്കെ. അപ്പം ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങുകയാണ്. നമുക്കിനി കുറച്ച് സീരിയസ് ആവാം. പിന്നെ ഒരുപാട് വോളിയത്തിൽ ഇന്ന് ഞാൻ എടുക്കില്ല. നാളെ എൻ്റെ പുതിയ പ്രൊജക്റ്റിൻ്റെ ഡബ്ബിങ് സ്റ്റാർട്ട് ചെയ്യണം. അമ്മ ഒരേ ഒരു ഹെൽപ്പ്, അമ്മ இந்த ஆயில் இப்போ எண்ணெய் இப்போ வந்திருக்காங்க நமக்கு புதுசு, அது கொஞ்சம் ஓப்பன் பண்ணி ஒரு டப்பாவில் ஊற்றிட்டு சாமிக்கு ஊற்றி கொடுக்குறீங்களாப்பா? அது ஆமாம், அது 15 கிலோ ஆயில். இல்லை மாலை வாங்குறதுக்காக போகணும் நமக்கு கிளாஸ் முடிச்ச உடனே. இது 15 லிட்டரு. ஓகே, எடுக்க முடியுமா? താങ്ക് യു ബാബു പ്രഭു. നവരത്ന മാലയുടെ ബില്ല് ഞാൻ നോക്കിയിട്ടില്ല, നോക്കിയിട്ട് പറയാം. ഓക്കെ,
താങ്ക് യു എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഭഗവത്ഗീത യഥാരൂപത്തിൽ ശ്രീല പ്രഭുപാജിയുടെ ഭഗവത്ഗീത യഥാരൂപത്തിൽ കർമ്മയോഗം എന്ന് പറയുന്ന 3-ാമത്തെ അധ്യായത്തിൽ ശ്ലോകം 10 ഇനി എടുക്കാൻ പോകുന്നത്. ആർക്കെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ ആവോ? ശ്ലോകം 10. ഓക്കെ, ആൻസിമോൾ കരയിച്ചു. ദിവ്യ ഗുരുവായൂർക്കല്ലേ വരുന്നത്? ഞാൻ അവിടെ ഉണ്ടാവും. സന്തോഷിട്ടാ, നമസ്കാരം. ഹരേ കൃഷ്ണ. സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിദ്യാധ്വാമേഷാധോ സ്വത്വിഷ്ടാത്മാത്കു എന്നാണ് പറയുന്നത്. എന്താണ് ഭഗവാൻ പറയുന്നത്? ഗീത കയ്യിലുള്ളവരൊക്കെ ഗീത കയ്യിലെടുത്ത് വെക്കൂ കേട്ടോ. എല്ലാവരും ഗീത കയ്യിലെടുത്ത് വെക്കൂ. ഗീത എടുത്ത് വെച്ചാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. പിന്നെ രാത്രി ഇരുന്നിട്ട് മെസ്സേജ് ഇടരുത്, മാതാജി ഇത് എന്തായിരുന്നു ഈ ശ്ലോകം, എന്താ പറഞ്ഞത് എന്ന് പറയരുത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ, അതായത് നിങ്ങൾക്ക് ഞാൻ പണ്ട് പഠിപ്പിച്ചു തന്നത് ഓർക്കുന്നുണ്ടോ? ഭഗവാൻ എല്ലാം സൃഷ്ടി കഴിഞ്ഞതിന് ശേഷം 4 യുഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം സമസ്തമായിരിക്കുന്ന സൃഷ്ടിയിലെ എല്ലാം ഭഗവാന്റെ അകത്തേക്ക് തന്നെ, മീൻസ് ഭഗവാന്റെ ഉള്ളിലേക്ക് തന്നെ ഭഗവാൻ എടുക്കും അല്ലേ? അപ്പം മാർക്കണ്ഡേയ മഹർഷിയുടെ ഒരു കഥ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട് മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ? അതിൽ മാർക്കണ്ഡേയ മഹർഷി നോക്കുന്ന സമയത്ത് ചുറ്റിലും പ്രളയമായിരിക്കും അല്ലേ, ഫുൾ വെള്ളം. അങ്ങനെ ആ വെള്ളത്തിൽ അങ്ങ് ദൂരെ ഒരു ആൽമരത്തിന്റെ ഇലയിൽ ഭഗവാൻ ഇങ്ങനെ ഒരു കുഞ്ഞു കുട്ടിയായിട്ട്, ഒരു ആലില കണ്ണനായിട്ട് കിടന്നുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ ആ ഫസ്റ്റ് വിരലിങ്ങനെ വായിലിങ്ങനെ വെച്ചുകൊണ്ട് കിടക്കുന്നത്. അപ്പം മാർക്കണ്ഡേയ മഹർഷി ചിന്തിച്ചു, ഇതെന്താ ഇത് മാത്രം നോക്കിയ സമയത്ത് ആ മാർക്കണ്ഡേയ മഹർഷി ഭഗവാന്റെ ഉള്ളിലേക്ക് പോയപ്പോഴേക്കും നമ്മുടെ ചുറ്റിലും കാണുന്ന സമസ്തവും അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ, ഭഗവാന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഭാഗവതത്തിലോ ഏതോ ഒന്നില്ല, മഹാഭാരതത്തിലാന്ന് തോന്നുന്നു ഞാൻ പഠിപ്പിച്ചു തന്നത്. ഓർമ്മയുണ്ടോ അതോ മറന്നു പോയോ? അയ്യോ മാതാജി മറന്നുപോയി, ക്ഷമിക്കണം. ഇതാണോ എനിക്ക് കിട്ടാൻ പോകുന്ന ആൻസർ? അല്ലെങ്കിൽ അമ്പിളി മാതാജിയോട് എങ്ങനെ മറന്നുപോയി എന്ന് പറയും എന്ന് ആലോചിച്ചുകൊണ്ട്, ഇല്ല മാതാജി ഓർമ്മയുണ്ട് എന്നാണോ? ഓർമ്മയില്ലേ ആർക്കും മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ? നിങ്ങൾക്ക് പറ്റിയത് എന്താണെന്നറിയോ? ലൈവല്ല, സൂമാണ്. അപ്പം എനിക്ക് ഓരോരുത്തരെ കിട്ടും പറയിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് സൂം വെക്കുന്ന പോലെ നിങ്ങൾക്കും സൂം വെക്കണം, എന്നാലേ നടക്കത്തുള്ളൂ. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല. ഓർമ്മയുണ്ടോ? ഗീതയൊക്കെ തരാം. സൈന മാതാജിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ ഫൈൻ, ഒരാളെങ്കിലും പറഞ്ഞല്ലോ 120 ഓർമ്മയുണ്ടെന്ന്. സന്തോഷം. അപ്പൊ സൃഷ്ടിയുടെ ആരംഭത്തില്, തുടക്കത്തില് പുഷ്പവല്ലി മാതാജി, പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും ഒപ്പം തന്നെ വിഷ്ണുവിനായുള്ള യജ്ഞങ്ങളെയും ഉൽപ്പാദിപ്പിച്ച ശേഷം അവരെ അങ്ങ് ആശീർവദിച്ചു. അതായത് സൃഷ്ടിയുടെ തുടക്കത്തില്, ഈ സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് പ്രജാപതി എന്ന് പറയുന്നത് ആരാണ്? ബ്രഹ്മദേവൻ അല്ലെ? ബ്രഹ്മദേവൻ എല്ലാവരെയും ആശീർവദിച്ചിട്ട് ഈ യജ്ഞത്തെ കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാവുക, മോക്ഷപ്രാപ്തിക്കും സുഖജീവിതത്തിനും വേണ്ടുന്നതെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതായത് മോക്ഷപ്രാപ്തിക്കും നമുക്ക് മോക്ഷം മാത്രം ജീവിച്ചാൽ മാത്രം പോരാ, മോക്ഷവും വേണം അല്ലേ? പേജ് മാതാജി, പേജ് എന്ന് വെച്ചാൽ പേജ് നമ്പർ ആണോ? 185. ശ്രീല പ്രഭുപാജിയുടെ ഗീതയിൽ കർമ്മയോഗത്തിൽ ശ്ലോകം 10 185 പേജ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചാൽ മാത്രം പോരാ, നമുക്ക് സന്തോഷം വേണം, സമാധാനം വേണം, ഒപ്പം തന്നെ നമുക്ക് എന്ത് വേണം? മോക്ഷവും കിട്ടണം. കാരണം അല്ലാണ്ട് കാലാകാലം നമ്മൾ ഇങ്ങനെ ഇവിടെ വന്ന് ജനിച്ച് മരിച്ച് ഇങ്ങനെ ജീവിച്ചാൽ മാത്രം പോരാ. നമുക്ക് എന്ത് വേണം? നമുക്ക് മോക്ഷവും കൂടി വേണം അല്ലേ? കാലാകാലം നമ്മളിങ്ങനെ ഇവിടെ പല പല പ്രശ്നങ്ങളിലൂടെ ഇങ്ങനെ ജീവിച്ചു പോയിട്ട് എന്താ പ്രയോജനമുള്ളത്? ഒരു കാര്യമില്ല അല്ലേ? അപ്പൊ സുഖജീവിതത്തിന് വേണ്ടതെല്ലാം ഭഗവാൻ നൽകുന്നുണ്ട്, പക്ഷെ അത് മോക്ഷത്തിന് വേണ്ടി കൂടെയുള്ളത് ഭഗവാൻ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോലെയുള്ള മനുഷ്യർ എന്താ നോക്കുന്നത്? സുഖം മാത്രമാണ് നോക്കുന്നത്, മോക്ഷം നോക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു നല്ല വീട്, വണ്ടി, കാര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ, സുഖജീവിതമാണെങ്കിൽ എന്താണ് നമ്മൾ ഈശ്വരനെ കുറിച്ച് ആലോചിക്കുമോ? ഒരിക്കലും ആലോചിക്കില്ല അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ ദുഃഖം തരുന്നത് എന്തിനാന്ന് ഓർത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ ജന്മത്തിലെ ദുരിതങ്ങളാണ് നമ്മൾ ദുഃഖമായിട്ട് അനുഭവിക്കുന്നത്. എങ്കിൽ കൂടിയും ദുഃഖം വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനെ ഓർക്കുന്നത്. ഇപ്പം എത്ര ഈശ്വര വിശ്വാസി അല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും ആ വ്യക്തിയുടെ കുഞ്ഞിനോ ഭാര്യയ്ക്കോ അച്ഛനോ അമ്മയ്ക്കോ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ഹോസ്പിറ്റലിലേക്ക് പോകും. അതുവരേക്കും വലിയ എന്താ പറയുക, സാഹിത്യമൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കും. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടർ കൈവിടുന്ന സമയമാകുമ്പോഴേക്കും എന്തായാലും അവൻ ഈശ്വരന്റെ മുമ്പിൽ മുട്ടുമടക്കും. ഇതാണ് ഭഗവാന്റെ ഒരു സത്യം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ കാണാത്ത ഏതോ എവിടെയോ ഉള്ള ഒരു അദൃശ്യ ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പം ആ അദൃശ്യ ശക്തിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ആ ഈശ്വരനെ ഗുരുവായൂരപ്പൻ, റഫി നിന്നെ അറിയോന്നോ? നിന്നെ അല്ലാതെ ആരെയാടാ അറിയാം? നീ എങ്ങനെ കണ്ടുപിടിച്ചു ഗുരുവായൂർ മഞ്ജരീസിന്റെ പേജ്? കൊള്ളാലോ.
എവിടെയായിരുന്നടാ? മെസ്സേജ് അയക്കും എനിക്ക് മഞ്ജരീസിലേക്ക്, അല്ല എൻ്റെ പേഴ്സണൽ നമ്പർ ഇല്ലേ, മെസ്സേജ് അയക്കൂ കേട്ടോ. റഫി ഒരു ആർട്ടിസ്റ്റാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആരുടെ പാട്ടായിരുന്നു റഫി നമ്മൾ ചെയ്തത്? നാരായണ. റഫി അയാളുടെ പേര് പറഞ്ഞു, അയ്യോ സോറി, ആ സിംഗറിൻ്റെ പേര് പറഞ്ഞേ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു, പേര് മറന്നുപോയി, നമ്പർ ഇല്ല. മഞ്ജരീസ് 8943750024 അതിലേക്ക് മെസ്സേജ് ഇട്, അല്ലെങ്കിൽ മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് ഇട്. 93 സലീം കോടത്തൂർ 9342494941 എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കോണ്ടാക്ട് ചെയ്യാം നിന്നെ. അന്നേരം നമ്മുടെ ആ ഒരു അദൃശ്യ ശക്തിയെ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കും. പക്ഷെ ആ ഈശ്വരൻ ആരാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, അല്ലെ? ആ ഈശ്വരനാണ് നമ്മൾ പറയുന്ന പരമാത്മാവ്. അപ്പൊ ഈ പരമാത്മാവായിരിക്കുന്ന ഈശ്വരൻ നമ്മളെ പോലെയുള്ള മനുഷ്യർ എന്ന് പറയുന്ന മനുഷ്യന്റെ ശരീരം എന്താണ്? ജഡവസ്തുവാണ്. ഈ ജഡവസ്തു, നീ മൗനരാഗത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറോ? ഒമ്പടാ, ഇനി ഞാൻ വിളിക്കുന്നുണ്ട്, നിക്ക്, ഞാൻ വരുന്നുണ്ട് അങ്ങോട്ടേക്ക് ഒരു പുതിയ പ്രൊജക്റ്റിന് കേരളത്തിലേക്ക്, സർപ്രൈസ്, ഇന്ന് വിളിക്കാട്ടോ. അന്നേരം നമ്മുടെ ഈ പരമാത്മാവ് എന്ന് പറയുന്ന ഭഗവാൻ എന്താണ്? പരമാത്മാവ് എന്ന് പറയുന്ന ഭഗവാൻ നമ്മുടെ ശരീരമാകുന്ന ജഡവസ്തുവിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ ആത്മാവിന് എന്താണ്? ആത്മാവുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അത് ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യമാണല്ലോ, അല്ലേ? അപ്പം ആ ആത്മാവ് എന്താണ് ആഗ്രഹിക്കുന്നത്? മോക്ഷമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ ശരീരമാകുന്ന ജഡവസ്തു എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ശരീരമാകുന്ന ജഡവസ്തു ആഗ്രഹിക്കുന്നത് സുഖം മാത്രമാണ്, അല്ലെ? നമുക്ക് കുറെ സുഖവും സമാധാനവും മാത്രം കിട്ടിയാൽ മതി, അല്ലാതെ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. അതേസമയം ആത്മാവ് എന്താണ് ആഗ്രഹിക്കുന്നത്? ശരീരമാകുന്ന ജഡവസ്തുവിനെ നിയന്ത്രിക്കുന്ന ആത്മാവ് ആഗ്രഹിക്കുന്നത് മോക്ഷമാണ്. ഹരേ കൃഷ്ണ. ലിങ്ക് ഗ്രൂപ്പിൽ വന്നല്ലോ, വന്നില്ലേ നമ്മുടെ ക്ലാസ്സിന്റെ ലിങ്ക്? ഗുരുവായൂർ മഞ്ജരീസിന്റെ ഫീമെയിൽ ഗ്രൂപ്പിലല്ലേ മാതാജി ഉള്ളത്? എന്നാ പേജിൽ കയറും മാതാജി, ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറഞ്ഞ പേജിലോട്ട് കയറാം. ഹലോ മോനെ, ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോയി സെർച്ച് ചെയ്യൂ. അമ്മയുടെ ഫോൺ നമ്പർ ആഡ് അല്ല ഗ്രൂപ്പിൽ. അപ്പം പേജിൽ പോയിട്ട് മോൻ സെർച്ച് ചെയ്യൂ ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി മോനെ, ഓക്കെ. ചില ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കും, ഇന്ന് മതി ക്ലാസ്, ഇനി നാളെ എടുക്കാം. പേജിൽ ടൈമൊക്കെ ഇട്ടിട്ടോ. അപ്പോഴേക്കും കോൾ വരും, എന്താ മാതാജി ക്ലാസ് എടുക്കാത്തത്, ഞങ്ങൾ ക്ലാസ്സിന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം ക്ലാസ്സും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. എന്താ മോക്ഷമെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട് സാർ, ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം ഏകദേശം 2-3 വർഷമായി മഞ്ജരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഈ മോക്ഷത്തെക്കുറിച്ച് പറഞ്ഞ് വീണ്ടും ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബോറടിക്കും. അപ്പോൾ സാർ ഒരു കാര്യം ചെയ്താൽ മതി, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൽ കൃത്യമായിട്ട് മോക്ഷത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സർ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബദ്ധരായ ജീവാത്മാക്കൾക്ക്, അല്ലെ? ഈ ബദ്ധരായ ജീവാത്മാക്കൾ എന്ന് പറയുന്നത് ആരാണ്? ഭഗവാനെ കുറിച്ച് അറിയാത്ത വ്യക്തികൾ, അവരെയാണ് ബദ്ധരായ ജീവാത്മാക്കൾ എന്ന് പറയുന്നത്. ഒരു കാലത്ത് നമ്മളും അങ്ങനെയായിരുന്നു, അല്ലാന്ന് പറയാൻ പറ്റുമോ? ഒരു കാലത്ത് നമ്മളും ബദ്ധരായ ജീവാത്മാക്കൾ തന്നെയായിരുന്നു. ഭഗവാനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ പോകെ പോകെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഗീതയിലൂടെയും നമ്മുടെ ഗുരുപരമ്പരയിലൂടെയും പഠിച്ച് എന്താണ് ഗുരുവായൂരപ്പൻ എന്നുള്ള കാര്യം നമ്മൾ ശരിക്ക് എന്താ പറയുക, ക്ലാസ് ഇല്ലാതെ പറ്റുന്നില്ല. ഓഹോ, നമ്മൾ എന്താണ് ജീവാത്മാവ്, എന്താണ് പരമാത്മാവ്, എന്താണ് ജീവിതം, എന്താണ് മോക്ഷം, ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് എടുത്ത് മാറ്റേണ്ടത് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ കുറച്ച് മനസ്സിലാക്കി വന്നു. എങ്കിൽ കൂടിയും നിങ്ങളിൽ പലർക്കും ചിക്കനും മീനും ചെമ്മീനും ഉണക്കമീനും ഇല്ലാതെ പറ്റുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അത് പോട്ടെ, അത് രണ്ടാമത്തെ വിഷയം. ചായയും കാപ്പിയും ഒന്നും ഇല്ലാതെ പറ്റുന്നില്ല മാതാജി, പയ്യെ നിർത്തിക്കോളാം, ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അല്ലേ, ഞങ്ങൾക്ക് സമാധാനം തരൂ, ഞങ്ങൾ മെല്ലെ ഒഴിവാക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. എങ്കിൽ കൂടിയും கொஞ்சம் ചോദിക്കും ഫിൽ പണിക്കൊന്നത് അതെനിക്കറിയാം. ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. മഞ്ജരീസിലൂടെ ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു എത്രയും പെട്ടെന്ന്. അറ്റ്ലീസ്റ്റ് ഈ ന്യൂ ഇയർ ഡിസിഷൻ ആയിട്ടെങ്കിലും ജാനുവരി 1-ാം തീയതി മുതലെങ്കിലും എനിക്ക് വേണ്ടിയല്ല, ഗുരുവായൂരപ്പന് വേണ്ടിയിട്ടെങ്കിലും, ഗുരുവായൂരപ്പനുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയെങ്കിലും, ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വന്നിട്ട് ഒരു ശാരീരികമായിട്ട് മാനസികമായിട്ട് നമുക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ, അല്ലെ, എന്തൊരു കാര്യം തീരുമാനം എടുക്കുന്നതിനേക്കാൾ മുമ്പേ എങ്കിലും
സുഷമ മാതാജി, തീരുമാനം എടുക്കുന്നതിനേക്കാൾ മുമ്പെങ്കിലും എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് തീരുമാനം എടുക്കാതെ ഒന്ന് ഇരുന്ന് ആലോചിക്കാനുള്ള മാനസികാവസ്ഥയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ബദ്ധരായിരിക്കുന്ന ജീവാത്മാക്കളായി മാറരുത്. നമ്മളൊരു സമാധാനമുള്ള ഒരു വ്യക്തികളായി നമ്മൾ മാറണം, അല്ലേ? നമുക്ക് ജീവിതത്തിൽ വേണ്ട സമാധാനമാണ്. സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? സുജുവിനോട് ഞാൻ എന്തിനു പിണങ്ങണം? നെവർ എവർ പിണങ്ങില്ല. അപ്പം നമുക്ക് ശ്രീല പ്രഭുപാജിയിലൂടെയും നമ്മുടെ ഗുരു പരമ്പരയിലൂടെയും ഓക്കെ മോനെ, ഗുരു പരമ്പരയിലൂടെയും നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരധാമത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത്, അല്ലെ? നമ്മൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഈശ്വരധാമത്തിലേക്ക്, ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ളത് അറിയാനുള്ള ഒരു വഴി നമുക്ക് ഭഗവാൻ നമ്മുടെ ഗുരു പരമ്പര കാണിച്ചു തന്നു. കറക്റ്റ് അല്ലേ? നമ്മളെല്ലാവരും പൂന്താനം തിരുമേനിയുടെ ഇല്ലത്തൊക്കെ പോയിട്ട് പൂന്താനത്തെ ഇവിടെ നിന്നാണ് മറ്റേ എന്താ പറയാ വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോയത്, വിമാനത്തിൽ കയറ്റി കൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് നമ്മൾ നമസ്കരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ പാത പിന്തുടരാൻ നമ്മൾ ആരും റെഡി ആവുന്നില്ല, നമ്മൾ ആരും തയ്യാറാവുന്നില്ല, അല്ലെ? അദ്ദേഹത്തിന് എത്രയോ തവണ കുട്ടികൾ മരിച്ചുപോയി, പല പല പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി, എന്നിട്ട് പോലും അദ്ദേഹം ഗുരുവായൂരപ്പനെ മുറുകെ പിടിച്ച് ജീവിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യാന്ന് മാത്രമല്ല, നമ്മളും അവരുടെ പാത പിന്തുടരണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുക. വേണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഒഴിവാക്കുക. പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ പറ്റില്ല എന്ന് തന്നെ വെക്കുക. നിങ്ങൾക്ക് ഈ ഇറച്ചിയും മീനും ഒക്കെ ഒരുപാട് കഴിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ്സ് ഒന്നും കിട്ടാൻ പോണില്ല. കൂടുതൽ വയലൻസ് ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? മദ്യപിക്കുക, ഇറച്ചി മീനും കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോവുക. ഇതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള ലാഭവും ഇല്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. നമ്മുടെ മക്കൾ തന്നെ വെറുതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഭയങ്കര വയലൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട്, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത് പോലെ നല്ല ലവബിൾ ആയിട്ട്, നല്ല റൊമാൻറ്റിക് ആയിട്ട്, ഹാപ്പി ആയിട്ട് ജീവിതമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. അല്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു വ്യക്തികളായി നമ്മൾ ഒരിക്കലും മാറരുത്. ക്ലിയർ? ഭൗതിക സർഗത്തിലൂടെ സൃഷ്ടാവ്, അതായത് വിഷ്ണു ചെയ്തത്, ഭഗവാൻ വിഷ്ണു കൃഷ്ണനുമായുള്ള ബന്ധം വിസ്മരിച്ചു പോയതുകൊണ്ട് ഭൗതിക പരിമിതികളിൽപ്പെട്ടവരാണ് ബദ്ധരായ ഈ പ്രപഞ്ചത്തിലെ ജീവാത്മാക്കളെല്ലാം. ശരിയല്ലേ? അതായത് കൃഷ്ണനിൽ നിന്നാണ് വിഷ്ണു വന്നത്. കുറെ ക്ലാസ്സുകൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് കൃഷ്ണനാണ്, കൃഷ്ണനിൽ നിന്ന് 3 വിഷ്ണുമാർ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? കാരണോദകശായിയായ വിഷ്ണു, ഗർഭോദകശായിയായ വിഷ്ണു, ക്ഷീരോദകശായിയായ വിഷ്ണു. ഇങ്ങനെ കൃഷ്ണനിൽ നിന്ന് വന്നിരിക്കുന്ന 3 വിഷ്ണു രൂപങ്ങൾ. ഈ 3 വിഷ്ണു രൂപങ്ങൾക്കും 3 ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണോദകശായിയായ വിഷ്ണു എന്ന് പറയുമ്പം എന്തോ കാരണത്തിന് വേണ്ടിയിട്ട് കാരണജനത്തിൽ ശയിക്കുന്ന ഭഗവാൻ. ക്ലിയർ? അപ്പം എന്താ കാരണം എന്നുള്ളതൊക്കെ ഞാൻ വേദിക് കോസ്മോളജി ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. പിന്നെ ഗർഭോദകശായിയായ വിഷ്ണു, ഗർഭോദകശായിയായ വിഷ്ണുവിന്റെ ഗർഭപാത്രത്തിൽ സമസ്തവും അദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാം ഗർഭം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പുതിയ സൃഷ്ടി, അല്ലെ? അപ്പം ആ ഗർഭോദകശായിയായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ആര് വരുന്നത്? നമ്മുടെ ബ്രഹ്മദേവൻ വരുന്നത്. ആദ്യത്തെ സൃഷ്ടി അദ്ദേഹമാണ്. അപ്പം അത് ചെയ്തതിന് ശേഷം ഇനി ജന്മം നൽകിയാൽ മാത്രം പോരാ, നമുക്ക് നിലനിൽപ്പ് വേണം, അല്ലെ? നമ്മളൊരു കുഞ്ഞിന് ജന്മം നൽകിയതുകൊണ്ടായില്ലേ, ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവിതം എല്ലാം നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതേപോലെ ഗർഭോദകശായിയായിരിക്കുന്ന വിഷ്ണു സൃഷ്ടിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും നമ്മുടെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചതിന് ശേഷം അത് നിലനിർത്തുന്നതാരാണ്? ക്ഷീരോദകശായിയായ വിഷ്ണു. ക്ഷീരോദകശായിയായ വിഷ്ണുവിനെയാണ് നമ്മൾ അനന്ത പത്മനാഭ സ്വാമി എന്ന് പറയുന്നത്. ആ ഒരു കഥ നിങ്ങൾക്ക് പെൻഡിങ് ആണ്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഈ ജീവാത്മാക്കളെല്ലാം തന്നെ മറന്നു പോവുകയാണ്. ആരെ? ഭഗവാനെ മറന്നു പോകുമ്പോഴാണ് നമ്മളിങ്ങനെ സുഖലോലുപമായിട്ട് സന്തോഷമായിട്ട് ആരെയും പേടിയില്ലാതെ ആഹാ ഓഹോ എന്ന് പറഞ്ഞ് ജീവിച്ചു പോകുന്നത്. അപ്പം അങ്ങനെയുള്ള മറവി നമ്മൾക്ക് വരാൻ പാടില്ല. നമ്മളെന്ന് പറയുന്ന മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്. ആ ഗർഭപാത്രത്തിൽ നമ്മൾ എങ്ങനെ വന്നു? അച്ഛൻ്റെ ബീജത്തിൽ നിന്ന്. ഈ ബീജത്തിൽ എങ്ങനെ ഈ ജീവന്റെ കണികയുണ്ടായി? ഇതൊരു ചോദ്യമാണ്. അത് അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന്. അപ്പം ഈ അച്ഛൻ എങ്ങനെയുണ്ടായി? ഇങ്ങനെ നമ്മൾ ബാക്കോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു സൃഷ്ടിയുടെ തുടക്കമുണ്ട്. ആ തുടക്കത്തിലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. മാതാജി, എനിക്കും നിർത്തണമെന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം എന്താണ് എനിക്കൊന്നും മനസ്സിലാവില്ല, റെസിപ്പി ഇട്ട് തരുമോ? ഉള്ളിയും വെളുത്തുള്ളിയും സവാളയും ഇടാത്ത ഒരു റെസിപ്പി ഇട്ട് തരുമോ? അതെല്ലാവർക്കും ഒരു ഉപയോഗം. തീർച്ചയായിട്ടും നിഷ മാതാജി, ഗ്രേറ്റ് തിങ്, ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അത് നല്ല ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് നല്ല ഒരു റെസിപ്പി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറഞ്ഞുതരാം, കേട്ടോളൂ.
പനീർ ഉണ്ടോ? ക്ലാസ്സിൽ നിന്ന് സ്കിപ്പാവുന്നല്ല കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ, അല്ലെ പിന്നെ ഞാനത് മറന്നു. പനീർ എടുത്തിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലേ. ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം, ചെറിയ ചെറിയ ഇത്രയുള്ള ക്യൂബ്സ് പോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ പനീറിൻ്റെ അകത്തേക്ക് നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് നമ്മുടെ മഞ്ചരീസിൽ നിന്നുള്ള ചിക്കൻ മസാല, ചിക്കൻ അല്ല കേട്ടോ, വെജ് മസാല, ആ മസാലയും പിന്നെ ഒരു തക്കാളി, ദെൻ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യുക. വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ആ തക്കാളിയുടെ ജ്യൂസിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവും. ലതാ മാതാജി ഹരേ കൃഷ്ണ. മിക്സ് ആവും. ആ മിക്സ് ചെയ്തത് എന്ത് ചെയ്യുക, നേരെ നമ്മുടെ പനീർ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ കൊണ്ടുപോയി അടച്ചു വെക്കുക, ഒരു ഡബ്ബയിലാക്കിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പനീറിലേക്ക് ഇതെല്ലാം ഒന്ന് ഇറങ്ങും. ഏറ്റവും ബെസ്റ്റ് പനീർ ആവുന്ന സമയത്ത് തലേന്നേ നിങ്ങളിങ്ങനെ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. കാരണം പനീറിലേക്ക് എന്തൊരു മസാല പിടിക്കണമെങ്കിലും കുറച്ച് സമയം എടുക്കും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഒരു ചീനച്ചട്ടി വെക്കുക. ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ചെറുതല്ല, കുറച്ച് വലിപ്പമുള്ള ആ ജീരകം, ആ പെരിഞ്ജീരകം, പിന്നെ ഉണക്കമുളക് ഒരു 2 എണ്ണം, കുറച്ച് കറിവേപ്പില, ദെൻ 2-3 ഒരു മുഴുവൻ കുരുമുളക്, പിന്നെ ഗ്രാമ്പു, പട്ട ചെറിയ പീസ് ഇടുക. അയ്യോ മാതാജി കിട്ടുന്നില്ലേ? ഒരു മിനിറ്റ്, ഞാനൊരു നമ്പർ പറയാം മാതാജി, അതിലേക്ക് ഒന്ന് വിളിക്കൂ, അവർ ലിങ്ക് ഇട്ടരും. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഒരു മിനിറ്റ് മോനെ, ഒരു നമ്പർ നോട്ട് ചെയ്തേ. നമ്മുടെ ദിവ്യ മാതാജിയുടെ നമ്പറാണ്, മഞ്ചരീസിലെ അഡ്മിനാണ്, അവരെ വിളിക്കൂ കേട്ടോ, അവർ വാട്സപ്പിൽ ലിങ്ക് ഇട്ടരും. 004 ഇതിലേക്ക് വിളിക്കൂ കേട്ടോ. ദിവ്യ മാതാജി ഇപ്പോൾ ഒരു കോള് വരും, അറ്റൻഡ് ചെയ്യും, എന്നിട്ട് അവർക്ക് നമ്മുടെ ലൈവിൻ്റെ ലിങ്ക് കൊടുക്കൂ കേട്ടോ. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുന്ന സമയത്ത് ഈ നമ്മൾ തേച്ച് വെച്ചിരിക്കുന്ന റെസിപ്പി ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്, പനീർ, ആ പനീർ അതിലേക്ക് ഇടുക. ഇട്ടിട്ട് ചെറിയ തീയിൽ തന്നെ വെക്കുക. അതിൽ നിന്ന് തന്നെ വെള്ളം വരും, വെള്ളമൊന്നും ഒഴിക്കരുത്. നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക. ഇങ്ങനെ കുത്തി നല്ല ഡീപ്പ് ഡ്രൈ ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ ഡീപ്പ് ഡ്രൈ ആയിട്ട് കിട്ടും. അതല്ല എങ്കിൽ സെമി ഗ്രേവിയോട് കൂടി വേണമെങ്കിൽ സെമി ഗ്രേവിയോട് കൂടി കിട്ടും. നിങ്ങൾക്കിത് ചപ്പാത്തിക്ക് നല്ലതാണ്, ചോറിന് നല്ലതാണ്, പൂരിക്ക് നല്ലതാണ്. ബിന്ദു മാതാജിയുടെ സ്വഭാവം കണ്ട, ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, ഇതിനിടയിൽ മറന്നു പോകുന്നു. ആഹാ, എഴുതി വെച്ചാൽ മതി കേട്ടാ ക്ലാസ് കഴിഞ്ഞിട്ട്. ഇനി ഞാനിത് ടൈപ്പ് ചെയ്ത് വീണ്ടും ഗ്രൂപ്പിലിടല്ലേ, നോക്കാം. അന്നേരം അതെടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് ചോറിനായാലും ചപ്പാത്തിക്കായാലും എന്തിനു വേണമെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിരിക്കും. ഒന്നും കൂടെ ഒന്ന് ഡീപ്പ് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ, ഞാൻ കൊതിപ്പിക്കുന്നതല്ല, നിങ്ങൾക്ക് പ്രോൺസ് ഫ്രൈ പോലെയൊക്കെ കിട്ടും. ടേസ്റ്റി. ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അന്നദാനത്തിന് ഡേറ്റ് ഉണ്ട് ജനുവരിയിലേക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറന്നു പോകും ഭഗവാനെ, അല്ല നമ്മുടെ പൊതു സ്വഭാവമാണല്ലോ. നമുക്ക് ആരെങ്കിലും ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അവരെ മറന്നു പോവുക എന്നുള്ളത് നമ്മുടെ ഒരു പൊതുവായിരിക്കുന്ന ഒരു സ്വഭാവമാണ്, എക്സ്പെഷ്യലി മലയാളീസിൻ്റെത്. അപ്പം ആ മറന്നു പോകലാണ് ഗുരുവായൂരപ്പനുമായിട്ട് നമ്മൾ അകന്നു പോകുന്നത്. അങ്ങനെ അകന്നു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മൾക്ക് നമ്മളുടേതായിരിക്കുന്ന തീരുമാനങ്ങളിലൂടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളെ ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഭൗതികമായിരിക്കുന്ന കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടും. അങ്ങനെ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ, ജീവിതത്തിൽ ദുഃഖങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു വരും. കാരണം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ച് ഇതിനെ വേണം. ഉറപ്പായിട്ടും വരും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ 1 പറഞ്ഞാൽ 10 എണ്ണം തിരിച്ചു പറഞ്ഞാൽ നാളെ 20 എണ്ണം തിരിച്ചു കിട്ടുന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവില്ല. ആ 20 എണ്ണം കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തോടെ എങ്ങനെങ്കിലും ഞാൻ പണി കൊടുക്കുന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. സോ അതിൽ നിന്നെല്ലാം മാറി ക്ഷമയോടെ ഗുരുവായൂരപ്പനെ മനസ്സിലാക്കി, ഗുരുവായൂരപ്പൻ്റെ പാത പിന്തുടരുന്നവർ ആരായാലും ശരി, അവർ മാക്സിമം സാത്വിക മനോഭാവത്തിൽ ജീവിക്കുക, ക്ഷമിക്കാൻ പഠിക്കുക. ക്ഷമിക്കുക, സഹിക്കുക, യാതൊരു തരത്തിലുള്ള പ്രതികാര മനോഭാവവും വെക്കാതെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐശ്വര്യത്തോടെ, ഉള്ളതിൽ ഉറച്ചു നിന്ന്, ഉള്ളത് മതി നമുക്ക്, കൂടുതലായിട്ടൊന്നും വേണ്ട. ഇല്ലാത്തതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അല്ലേ? അപ്പുറത്തെ വീട്ടിൽ വലിയ 2 കാറുണ്ടെന്ന് ഓർത്തിട്ട് നമ്മളിവിടെ കാറില്ലെങ്കിലും നമ്മൾ യാതൊരു വിധത്തിലുള്ള ചിന്തയും വേണ്ട. ബസ് പോയാൽ മതി, ഇഷ്ടംപോലെ ഗവൺമെൻറ് ബസ്സുണ്ട്, അതിലൊക്കെ കയറി നല്ല സമാധാനത്തോടെ പോവുക. ഓക്കെ, അങ്ങനെ നമ്മൾ സാത്വിക മനോഭാവത്തോടു കൂടി പോകണം. ക്ലിയർ?
അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വൈദിക സിദ്ധാന്തങ്ങൾ, ഇതുപോലെയുള്ള വൈദിക സിദ്ധാന്തങ്ങളും സനാതന ധർമ്മത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ആരാണ് നമ്മളെ സഹായിക്കുന്നത്? ഭഗവത്ഗീതയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഭഗവത്ഗീതയാണ് ശ്രീല പ്രഭുപാജിയുടേത്. ഈ ഭഗവത്ഗീത നമ്മളെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിക്കാൻ സമയമില്ലാതെ മറ്റൊന്നിൻ്റെ പിന്നാലെയും പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടില്ല. അമ്പിളി മാതാജി ഭഗവത്ഗീത പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഭഗവത്ഗീതയുടെ ശ്ലോകം എടുത്തിട്ട് പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം എന്നും പറഞ്ഞ് ജപിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഭഗവത്ഗീതയുടെ അകത്തേക്ക് നമ്മൾ ഇറങ്ങണം. അതിന് ഏറ്റവും ബെസ്റ്റ് ഹരികൃഷ്ണ ഓമനക്കുട്ട, അമേരിക്കയിലെ സമയം എന്താണ്? വെളുപ്പിനെയോ? ഈ സമയത്ത് ലൈവിൽ കയറി അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നല്ല മനസ്സോടെ നമ്മൾ ശ്ലോകം മാത്രം വാതോരാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് മറ്റേ നമ്മുടെ മീനത്തിൽ താലികെട്ടിൽ രാമനോ തോർത്തില്ല ലക്ഷ്മണനോ മുണ്ടില്ല എന്നുള്ള പറഞ്ഞ പോലെ ആയിപ്പോവും. അതൊന്നുമല്ല വേണ്ടത്. നമ്മൾ നമ്മുടെ മനസ്സ് ഭഗവത്ഗീതയിൽ ഉറപ്പിച്ച് ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദുഃഖങ്ങൾ വന്നു, എങ്ങനെയാണ് ഞാൻ ഈ ദുഃഖങ്ങളിൽ നിന്ന് പുറത്ത് കടക്കേണ്ടത് എന്നൊക്കെ നല്ലോണം ആലോചിച്ച് ചിന്തിച്ച് ഗുരുവായൂരപ്പൻ്റെ നടക്കെ പോയിട്ട് ഭഗവാനെ ജോലി വേണം, കാറ് വേണം, വീട് വേണം, കല്യാണം വേണം, കുട്ടി വേണം, ഇതൊന്നും ചോദിക്കേണ്ട. അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന പരമാത്മാവിന് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് കൃത്യമായിട്ടറിയാം. ആ ഭഗവാൻ കൃത്യമായിട്ട് യഥാസമയത്ത്, അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ, വാസുദേവനായിരിക്കുന്ന ആ ഭഗവാൻ തരേണ്ടത് തരേണ്ട സമയത്ത് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് തരും. യാതൊരു സംശയവും. ഓക്കെ, അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ നടക്കെ പോയിട്ട് ആരും ഒന്നും ഓർക്കണ്ട. അപ്പം എന്താ വേണ്ടത്? എൻ്റെ ജോലി അതല്ലേ റജി മാതാജി. അപ്പം എന്താ വേണ്ടത്? നമ്മൾ സന്തോഷത്തോടെ ഭഗവാനെ ചെന്ന് കാണുക. ഭഗവാനെ അറിഞ്ഞും അറിയാതെയും കഴിഞ്ഞ ജന്മം ചെയ്തു പോയിരിക്കുന്ന സമസ്ത അപരാധങ്ങളും ഈ ജന്മത്തിൽ അനുഭവിക്കാൻ അടിയൻ വീണ്ടും ഒരു ജന്മം എടുത്തിരിക്കുന്നു. ഇത്രയും പറയുമ്പോഴേക്കന്നെ നിങ്ങളെ നടക്കൽ നിന്ന് ഒഴിവാക്കും, അത് വേറെ കാര്യം. എന്നാലും തിരിച്ച് പിന്നെ പോയി നിന്നിട്ട് പറയാം, ആ ഭഗവാൻ എന്ത് ചെയ്യണം? എനിക്ക് ഇതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും കൃഷ്ണാവബോധത്തിലൂടെ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ എത്താനുമുള്ള അനുഗ്രഹം നൽകി, അങ്ങയുടെ ഭക്തർക്ക് സേവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണേ കൃഷ്ണ എന്ന് പറയുമ്പോഴേക്കും പിന്നൊന്നും നിങ്ങളെ ഒഴിവാക്കും. അത് ഗുരുവായൂരമ്പലത്തിൽ അങ്ങനെയാണ് തിരക്ക് കാരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചുറ്റമ്പലത്തിൻ്റെ ചുറ്റും നടന്ന് ഭഗവാനോട് ഈരണി പ്രദക്ഷിണം വെച്ചിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഭഗവാനെ എല്ലാം അടിയൻ അറിയുന്നു, അടിയൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി കൃഷ്ണ, ആ തെറ്റുകളിൽ നിന്നെല്ലാം പുറത്തു വരാനുള്ള അനുഗ്രഹം നൽകണേ. ഇന്ദ്രിയങ്ങളാലും വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും മനസ്സാലും അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്തിരിക്കുന്ന അപരാധങ്ങളെല്ലാം പുറത്ത് വാസുദേവ കൈവിടാതെ കൂടെ ഉണ്ടാവണേന്ന്. അല്ലാതെ ഭഗവാനെ കഴിഞ്ഞ പ്രാവശ്യം 2 കിലോ വെണ്ണ കൊണ്ട് തന്നിട്ടുണ്ട്, കാര്യം പ്രാർത്ഥിച്ചു ഒന്നും നടന്നില്ലെന്ന് ഇപ്പോൾ 1 കിലോ ഉള്ളൂ കേട്ടോ എന്നൊന്നും പ്രാർത്ഥിക്കരുത്. അതൊക്കെ വളരെ തെറ്റാണ്. ഭൗതികമായിരിക്കുന്ന ഒന്നും ഗുരുവായൂരപ്പൻ്റെ നടയിൽ പോയി ആവശ്യപ്പെടരുത്. ക്ലിയർ? ഭഗവത്ഗീതയിൽ ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? വേദൈച്ച സർവരൈഹ മേവ വേദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ അറിയലാണ് വേദങ്ങളുടെ ഉദ്ദേശം അല്ലേ? ഭഗവാനെ നമ്മൾ അറിയണം, അല്ലാതെ നമ്മൾ പോയിട്ട് ഭഗവാന്റെ അടുത്ത് അതും ഇതൊന്നും ചോദിക്കരുത്. ഭഗവാനെ അറിയണം നമ്മൾ. ആരാണ് ഗുരുവായൂരപ്പൻ? ഗുരുവായൂരപ്പൻ ആരാണെന്ന് വെച്ചാൽ ഗുരുവായൂരുള്ള ഭഗവാൻ, ഞങ്ങളുടെ ഹിന്ദുവിലുള്ള ഒരു ഭഗവാൻ എന്ന് അതല്ല. ഗുരുവായൂരപ്പൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഗുരുവായൂർ നടക്കെ ചെല്ലാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു ജോത്സ്യൻ്റെ കബഡിയുടെ തുമ്പത്തല്ല നമ്മളുടെ ജീവിതം ഇരിക്കുന്നത്. അതൊക്കെ ഒരു കണക്കുകൂട്ടലുകളാണ്. ജ്യോതിഷമൊക്കെ വേണം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിലൊന്നുമല്ല. നമ്മൾ ഭഗവാനോട് എത്രത്തോളം മാനസികമായിട്ട് അടുക്കുന്നോ അത്രത്തോളം നമ്മൾ ഭഗവാനെ അറിയുന്നു. ഒരു ജ്യോത്സ്യൻ വന്നിട്ട് കബഡി നിരത്തിയിട്ട് വേഗം ഓടിക്കോ ഗുരുവായൂരിലേക്ക്, 1/2 ലിറ്റർ പാൽപ്പായസോ 1 ലിറ്റർ പാൽപ്പായസോ നടത്തിക്കോളൂ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് പറഞ്ഞാൽ കെട്ടും മാറാപ്പും എടുത്തിട്ട് റൂമും ബുക്ക് ചെയ്ത് ഓടി വരുന്നതല്ല ഗുരുവായൂരപ്പൻ്റെ ദർശനം എടുക്കാൻ വരുന്നത്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനാണെന്നും അദ്ദേഹത്തിൽ നിന്നാണ് സമസ്തവും സൃഷ്ടിക്കപ്പെട്ടതെന്നും നമ്മൾ അറിയണം. അറിഞ്ഞുകൊണ്ട് നമ്മുടെ പരമാത്മാവായിരിക്കുന്ന കൃഷ്ണനെ നമ്മൾ എന്താണ് ആരാധിക്കാൻ പഠിക്കണം. ഇതാണ് വേദങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ വേദങ്ങളിൽ ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. ആ ശ്ലോകങ്ങളെല്ലാം വാതോരാതെ പറഞ്ഞിട്ട് ഞാൻ വലിയ ജ്ഞാനിയാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. ഈ ജ്ഞാനി തിരിച്ചു പോയിട്ട് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ജ്ഞാനി പോട്ടെ, സിഗരറ്റിൻ്റെ കാര്യവും വിട്, ഈ ജ്ഞാനി ഇതെല്ലാം പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്നിട്ട് നീ ആരാടാ എന്നോട് സംസാരിക്കാമെന്ന് ചോദിച്ചാൽ വഴക്കിട്ടിട്ട് എന്ത് പ്രയോജനമുണ്ട്? സാത്വിക മനോഭാവം ഇല്ലാതെ. അപ്പം അതിലേക്കൊന്നും നമ്മൾ പോകരുത്. ഒരു ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഗുരുവായൂരപ്പനെ പൂർണ്ണമായി അറിയുക എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഓക്കെ,
പതി വിശ്വാസ്യാധേമശ്വരം എന്നാണ് വേദസൂക്തം പറയുന്നത്. അതായത് ഭഗവാനെ നമ്മൾ ശരിക്കും അറിയണം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളുടെ നാഥൻ വിഷ്ണു ഭഗവാൻ തന്നെ. ഏത് ജീവനുള്ള വ്യക്തിയുടെയും ജീവനുള്ള എന്തൊരു സാധനത്തിൻ്റെയും നാഥൻ എന്ന് പറയുന്നത് എന്താണ്? ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ശ്രീല ശുകദേവ് ഗോസ്വാമിയും ഭഗവാനെ പതി എന്നാണ് പറയുന്നത്. ശുകദേവ് ഗോസ്വാമി ഭാഗവതം എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗുരുവായൂരപ്പനെ പറയുന്നത് എന്താണ്? പതി എന്ന്. പതി എന്ന് പറഞ്ഞാൽ നാഥൻ. ആ നാഥനാണ് ആര്? ഗുരുവായൂരപ്പൻ. ആ നാഥനെ നമ്മൾ മാനസികമായി അറിയുക എന്ന ഉദ്ദേശത്തോടെയാണ്, സഞ്ജുട്ടൻ കോഴിക്കോട് റഫി, ഉദ്ദേശത്തോടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാനെ അറിയുക എന്നുള്ളത്. അതാണ് വേദങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ശ്രീയാ പതിർ യജ്ഞപതി പ്രജാപതിർ ധിയാം പതിർ ലോകപതിർ ധരാപതി പതിർ ഗതി ചാത്നദക വിഷ്ണി സാത്വതാം പ്രസീദാതാം മേ ഭഗവാൻ സദാം പതീഹ എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ കേട്ടോ. ഭഗവാൻ വിഷ്ണുവാണ് പ്രജാപതി. എല്ലാത്തിൻ്റെയും പതി, നാഥൻ ആരാണ്? ഭഗവാൻ വിഷ്ണുവാണ്. സർവ്വ ജീവജാലങ്ങളുടെയും സകല ലോകങ്ങളുടെയും സർവ്വ സൗന്ദര്യങ്ങളുടെയും നാഥനും സർവ്വരക്ഷകനും അദ്ദേഹം അത്രേ. എല്ലാത്തിൻ്റെയും നാഥനും രക്ഷകനും എല്ലാത്തിൻ്റെയും അധിപതി ആരാണ്? ഭഗവാൻ വിഷ്ണുവാണ്. ഈ വിഷ്ണു തന്നെയാണ് ആര്? ഗുരുവായൂരപ്പൻ. എവിടെ പറയുന്നു? ഭാഗവതത്തിൽ പറയുന്നു. അതുകൊണ്ട് ഗീതയിലും ഭാഗവതത്തിലും ഭഗവാനെ ശുകദേവ് ഗോസ്വാമി എന്തെന്ന് പറഞ്ഞാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്? പതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ക്ലിയർ? മനസ്സിലായല്ലോ? മനസ്സിലായോ ഇതുവരെ എടുത്തത്? വിഷ്ണു പ്രീതിക്ക് വേണ്ടിയിട്ട്, അതായത് വിഷ്ണുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി യജ്ഞങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ബദ്ധരായ ജീവാത്മാക്കളെ പഠിപ്പിക്കാനായിട്ട് ഭഗവാൻ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ചു. വിഷ്ണുവിനെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്? ഒരുപാട് യജ്ഞങ്ങളിലൂടെ. താങ്ക് യു ജയപ്രകാശ് പ്രഭു. ആ യജ്ഞങ്ങളിലൂടെ ഭഗവാനെ പ്രീതിപ്പെടുത്താനാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ എവിടെ ജീവിക്കുന്നു? നമ്മൾ ഭൗതിക ലോകത്ത് ജീവിക്കുന്നു. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും കാണുന്ന ഈ ലോകം. ഈ ലോകത്ത് നമ്മൾ മനസ്സിലാക്കണം IT കമ്പനിയാണ്. ഈ ലോകത്ത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വന്നിരിക്കുന്നത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്, അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ സന്തോഷിപ്പിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ യജ്ഞങ്ങൾ പഠിക്കണം. യജ്ഞങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബദ്ധരായിരിക്കുന്ന ജീവാത്മാക്കൾ നമ്മൾ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെയാണ് യജ്ഞങ്ങൾ എന്ന് പറയുന്നത്. ആ യജ്ഞങ്ങൾ ചെയ്യാനാണ് ഭഗവാൻ ഭൗതിക പ്രപഞ്ചം, അതായത് നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ യജ്ഞാനുഷ്ഠാനം കൊണ്ട് അവർക്ക് ഈ ലോകത്തിലുള്ള കാലത്തോളം ഉത്കണ്ഠ കൂടാതെ സുഖമായി ജീവിക്കാനും ശരീരം നശിച്ച ശേഷം ദൈവ സാമ്രാജ്യത്തിൽ എത്തിച്ചേരാനും കഴിയും. അപ്പം നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒക്കെ നമ്മൾ ചെയ്യുന്ന യജ്ഞത്തിൽ ഇങ്ങനെ സമർപ്പിക്കും. യജ്ഞം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹോമകുണ്ടമൊക്കെ വെച്ച് അതിലേക്ക് എന്താ പറയുക, ഇതൊക്കെ നേദിച്ചിട്ട് എണ്ണയും നെയ്യും, അത് മാത്രമല്ല യജ്ഞം. നമ്മൾ മനസ്സുകൊണ്ട് നടത്തുന്ന എന്തൊരു അർപ്പണവും യജ്ഞമാണ്. ഓക്കെ, യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ മാനസികമായിട്ട് പ്രിപ്പേർഡ് ആയിരിക്കും. നമ്മൾ മനസ്സിങ്ങനെ വളരെയധികം ഏകാഗ്രതയോടുകൂടി വെച്ച് ഭഗവാനോട് കൂടുതൽ അടുക്കും. നമ്മുടെ മനസ്സും വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം അടുത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധം സൂക്ഷിക്കും. അതും യജ്ഞം തന്നെയാണ്. അല്ലാതെ ഇനി നിങ്ങൾ വീട്ടിൽ വലിയ ഹോമകുണ്ടം കൊണ്ടുപോയി വെച്ചിട്ട് ഹോമകുണ്ടത്തിൽ കുറച്ച് ഓഫീസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെല്ലാം കൂടെ ചെന്നൈയിലേക്ക് വണ്ടി പിടിക്കും. ആ പെണ്ണ് ഏതാണ്ട് വന്ന് ഇരുന്നിട്ട് യജ്ഞം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം വീട് മൊത്തം അവൾ പുക പിടിപ്പിച്ചേക്കാന്ന് പറഞ്ഞ് എനിക്ക് തല്ല് മേടിച്ചു തരരുത്. യജ്ഞം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഏതൊരു മാനസ പൂജയും യജ്ഞമാണ്. ഗ്രേറ്റ് രാജി മാതാജി, സൂപ്പർ. അപ്പം അതും യജ്ഞമാണെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, അങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മാനസ പൂജയും നമ്മളെ ഒരു തരത്തിൽ പറഞ്ഞാൽ യജ്ഞം തന്നെയാണ്. ആ യജ്ഞം എവിടെയാണ്? ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് ജന്മമെടുത്ത നമ്മളെല്ലാവരെയും ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരിച്ചെത്തിക്കും. നമുക്ക് അങ്ങോട്ടല്ലേ പോകേണ്ടത്, അല്ലേ? ഇതാണ് ബദ്ധരായ ജീവാത്മാക്കൾക്ക് വേണ്ടിയുള്ള സമഗ്രമായിരിക്കുന്ന പദ്ധതി. ഈ ഭൂമിയിൽ വന്ന് ജനിച്ച നമ്മളെല്ലാവരെയും ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ചെയ്ത ഒരു വലിയ പദ്ധതിയാണ് എന്ത്? ഈ ഒരു യജ്ഞം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനാണ് നമ്മളെല്ലാവരും ഭൗതിക ലോകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, യജ്ഞാനുഷ്ഠാനത്താൽ ബദ്ധരായ ഈ ബദ്ധാത്മാക്കൾ ക്രമേണ കൃഷ്ണാവബോധം ആർജിക്കുന്നു.
നമ്മൾ ഈ ലോകത്ത് വന്ന് ഭഗവാനുമായിട്ട് അടുത്തടുത്ത് ഒരുപാട് അടുത്ത് കഴിയുമ്പം നമുക്ക് ഈ ലോകത്തിനോടൊരു വിരക്തി തോന്നും. ഈ ഭൂമിയിൽ നമ്മൾക്കിനി ഒന്നും വേണ്ട, ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ മതി എന്ന് പറയുന്ന ഒരു വിരക്തി നമുക്ക് വരും. ആ വിരക്തിയിലൂടെയാണ് കൃഷ്ണാവബോധം തുടക്കമിടുന്നത്. കൃഷ്ണാവബോധം ബുക്ക് വാങ്ങിച്ചു വെച്ചതുകൊണ്ട് നിങ്ങൾ ആരും കൃഷ്ണാവബോധത്തിൽ എത്തില്ല. ആ വിരക്തിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനുമായിട്ട് അടുക്കണം. അങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ ഒരു ശാന്തി കിട്ടും, സമാധാനം കിട്ടും. ഇനി ഭൂമിയിലേക്ക് നമ്മൾ തിരിച്ചു വരില്ല. എന്തൊരു സുഖം അല്ലേ! നേരെ ഗോലോകത്ത് ഭഗവാന്റെ അടുത്ത് എത്ര സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഒരു ആത്മീയ ശരീരമായിട്ട് നമുക്ക് ജീവിക്കാം. ഇവിടെ വന്നിട്ട് വീട് വെക്കണം, മക്കളെ പഠിപ്പിക്കണം, വീട്ടിലെ ജോലി ചെയ്യണം, ജോലിക്ക് പോകണം, ലോൺ അടയ്ക്കണം, പല 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 പ്രശ്നങ്ങൾ. എന്തിനാ ഈ പ്രശ്നങ്ങളൊക്കെ തലവെക്കുന്നത്? ഭഗവാന്റെ അടുത്ത് ഭഗവാന്റെ ലോകത്ത് ആടിയും പാടിയും കഥ പറഞ്ഞും ചിരിച്ചും സന്തോഷിച്ചും അങ്ങനെ ജീവിക്കാം. അതല്ലേ നല്ലത്? നമ്മളെ പോലെയുള്ള മടിയന്മാർക്കൊക്കെ അതല്ലേ ഇഷ്ടം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ നേരെ ഭഗവാന്റെ ലോകത്തേക്ക് എത്തണം. അതെത്താൻ വേണ്ടിയിട്ട് ഇവിടെ കർമ്മം അനുഷ്ഠിക്കണം. നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്ത് നല്ല ധർമ്മബോധത്തോടെ, ധാർമ്മിക ബോധത്തോടെ സത്യസന്ധമായി ജീവിച്ച് ഭഗവാനുമായി നല്ല ആത്മബന്ധം നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ? ഈ യുഗത്തിലുള്ള, അതായത് ഈ കാലത്തിലുള്ള ജനകോടികളുടെ മോചനത്തിന് വേണ്ടി ഈ ദിവ്യമായിരിക്കുന്ന പദ്ധതി ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു ആവിഷ്കരിക്കുകയും ചെയ്തു. ആരാണ് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു? അറിയാലോ. അല്ലാതെ നമ്മുടെ ജപമാല ജപിക്കുന്നതിനേക്കാളും മുമ്പേ ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ, ഈ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു അല്ലേ മാതാജി എന്ന് ചോദിക്കരുത്. ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ ഗോലോകത്ത് നിന്നും ഭൂമിയിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രചരിപ്പിക്കാൻ വന്ന സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു. അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എന്ത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഈ മന്ത്രം 16 മാല മുടങ്ങാതെ ജപിച്ചെടുക്കുന്നതും എന്താണ്? ഒരു യജ്ഞം തന്നെയാണ്. അത് ഈ കലിയുഗത്തിലെ മനുഷ്യരായിരിക്കുന്ന നമ്മൾക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടി ഭഗവാൻ കാണിച്ചു തന്ന വലിയൊരു വഴിയാണ്. ജപമാല ജപിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പേജ്, നമ്മുടെ ഈ മഞ്ജരീസിൻ്റെ പേജിൽ തന്നെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, ജപമാല സ്പെഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട്. അത് കാണാൻ ശ്രമിക്കുക കേട്ടോ. സങ്കീർത്തന യജ്ഞവും കൃഷ്ണാവബോധവും ഒത്തുപോകുന്നതാണ്. മനസ്സിലായില്ലേ? സങ്കീർത്തന യജ്ഞവും കൃഷ്ണാവബോധവും എന്താണ്? ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സങ്കീർത്തനം തന്നെയാണ്. കൃഷ്ണാവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സങ്കീർത്തനത്തിൽ നമ്മൾ ജീവിക്കുന്നതിനെയാണ് എന്ത്? കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ഓക്കെ? ഭക്തിയുടെ മൂർത്തിമത് ഭാവമായിരിക്കുന്ന ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അഥവാ കൃഷ്ണനെ കുറിച്ച് ഭാഗവതത്തിൽ സങ്കീർത്തന യജ്ഞത്തെ പറ്റിയുള്ള സവിശേഷ സൂചനകളോടെ പരാമർശിക്കുന്നുണ്ട്. ആരാ ചോദിച്ച? വർക്കിൻ്റെ ഇടയിൽ ജപിക്കാമോ? പിന്നെന്താ, എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴും ജപിക്കാം. സീരിയസ്ലി, ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ ടോയ്ലറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ക്ലിക്കർ കൊണ്ടുപോയിട്ട് ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്ന് നിങ്ങൾക്ക് ജപിക്കാം. ഒരു തെറ്റൂല. കാരണം എന്താ? ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് സാക്ഷാൽ കൃഷ്ണനാണ്. ആ കൃഷ്ണൻ ഗോലോകത്ത് നിന്ന് കൊണ്ടുവന്നതാണത്. മഹാപ്രഭു കൊണ്ടുവന്നത് കൊണ്ട് അത് മഹാമന്ത്രമാണ്. മഹാമന്ത്രത്തിന് യാതൊരു തരത്തിലുള്ള അശുദ്ധിയും സംഭവിക്കുന്നില്ല. എന്നാൽ നാരദ മുനിക്ക് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുത്ത മന്ത്രമാണ് എന്ത്? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന്. നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ജപിക്കുന്നത്. ഹരേ രാമ എന്നാണ് സ്റ്റാർട്ടിങ്. അപ്പം ഈ സ്റ്റാർട്ടിങ്ങുള്ള ഹരേ രാമ എന്ന് പറയുന്ന മന്ത്രം വേദമന്ത്രമാണ്, വൈദിക മന്ത്രമാണ്. വേദങ്ങളിൽ നിന്ന് എടുത്ത മന്ത്രമായതുകൊണ്ട് അതിന് എന്തുണ്ട്? അശുദ്ധി ഉണ്ട്. അത് 4 ത്രിസന്ധ്യകളിൽ മാത്രമേ നമുക്ക് ജപിക്കാൻ പറ്റൂ. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി. ഈ 4 ത്രിസന്ധ്യകളിൽ ജപിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കുളിക്കണം, ശുദ്ധിയായിരിക്കണം, ശുദ്ധിയുള്ള സ്ഥലത്ത് നിന്ന് ജപിക്കണം. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. എന്തിന്? ഹരേ കൃഷ്ണ എന്നുള്ള മന്ത്രമല്ല, ഹരേ രാമ എന്ന് പറയുന്ന മന്ത്രത്തിന്. ഓക്കെ? എന്നാൽ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മന്ത്രത്തിന് നമ്മൾ യാതൊരു തരത്തിലുള്ള എന്തുമില്ല, അശുദ്ധിയും ഇല്ല. അശുദ്ധി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെയും ജപിക്കാം. എന്നാൽ 16 മാല ജപിക്കുമ്പോൾ 1728 പ്രാവശ്യമാണ് 16 മാല എന്ന് പറയുന്നത്. ഈ 16 മാല ജപിക്കുമ്പം 108 പ്രാവശ്യം ജപിച്ച ഒരു മാലയായി. ആ ഒരു മാല നിർബന്ധമായിട്ടും എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ജപമാലയിൽ തന്നെ ജപിക്കണമെന്ന് നമ്മുടെ ജയപതാക ഗുരു മഹാരാജ് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു മാല നിർബന്ധമായിട്ടും മാലയിൽ തന്നെ ജപിക്കുക. ബാക്കി മാല നിങ്ങൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും ജപിച്ചോളൂ. നിങ്ങൾ ദിവസേന കൃത്യം 16 മാല, ഏറ്റവും കുറഞ്ഞത് 16 മാല ജപിക്കണം എന്ന് പറയുന്നു.
പക്ഷേ ചില വ്യക്തികൾക്ക് 16 ജപിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് 5 6 ഒക്കെ ജപിക്കും. ഇന്ന് 5 ജപിച്ചു, നാളെ ഞാൻ 6 ജപിക്കും, മറ്റന്നാൾ ഞാൻ 7 ജപിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടി കൊണ്ടുപോകും. പക്ഷേ നാളെ 7 ജപിച്ചിട്ട് അതിൻ്റെ അടുത്ത ദിവസം 6 ജപിക്കരുത്. അപ്പോൾ വ്രതഭംഗം സംഭവിക്കും. നമ്മൾ ഇന്ന് എത്ര മാലയാണോ ജപിച്ചിരിക്കുന്നത് അത്ര കൗണ്ട് തന്നെ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ഡേയും ജപിക്കാൻ ശ്രമിക്കണം. കുറഞ്ഞു പോകരുത്. അങ്ങനെ കുറഞ്ഞു പോകുന്നതിനെ പറയുന്ന പേരെന്താണ്? വ്രതഭംഗം. ക്ലിയർ? മനസ്സിലായോ ഇതൊക്കെ? പിന്നെന്താ പറയുന്നത്? നമ്മുടെ മഹാപ്രഭു നമ്മൾക്ക് കൃത്യമായിട്ട് കൃഷ്ണാവബോധത്തെക്കുറിച്ചും യജ്ഞത്തെക്കുറിച്ചൊക്കെ നല്ല രീതിക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? അത് നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. കൃഷ്ണവർണ്ണനം തൃക്ഷാകൃഷ്ണം സാംഖോഭാംഗ ഗാത്ര പാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായർ ജേതി ഹി മധു സുമേധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിയുഗത്തിൽ സുമേധന സുമേധസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ജനങ്ങൾ സഹചാരി സമേതനായിരിക്കുന്ന ഭഗവാനെ സങ്കീർത്തന യജ്ഞത്താൽ ആരാധിക്കുന്നു. ഭഗവാൻ എന്താണ്? സന്തത സഹചാരിയാണ്. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത് എന്താണ്? നമ്മുടെ ചിന്തയും നിഴലും വാക്കും പ്രവൃത്തിയാണ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നില്ല. ഒരാളും സഞ്ചരിക്കുന്നില്ല. ജനിക്കുമ്പോഴും തനിച്ചാണ്, മരിക്കുമ്പോഴും തനിച്ചാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ സന്തത സഹചാരിയായിരിക്കുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ മാത്രമാണ് എന്ന ബോധം നമുക്ക് വേണം. ആ സന്തത സഹചാരിയായിരിക്കുന്ന ഭഗവാനെ ജനങ്ങൾ ആരാധിക്കണം എന്നാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ആരാധിക്കണം? ഭഗവാന്റെ വലിയൊരു വിഗ്രഹമൊക്കെ ഗുരുവായൂർ നടക്കിൽ പോയി വാങ്ങി വെച്ചിട്ട് തുളസിയൊക്കെ വെച്ചിട്ട് ഭഗവാനോട് നന്നായിട്ട് കുറേ ഇരുന്ന് കീർത്തനങ്ങളൊക്കെ ജപിച്ച് ഹരേ കൃഷ്ണ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് വന്ന് കിച്ചണിൽ വന്നിട്ട് മീനും ഇറച്ചിയും കഴിച്ചിട്ടാണോ? അല്ല. നമ്മൾ അതെല്ലാം ഒഴിവാക്കി ഭഗവാനുമായിട്ട് നല്ല ആത്മബന്ധത്തോടെ ഭഗവാനെ നമ്മൾ ആരാധിക്കണം. എങ്കിൽ മാത്രമേ കൃഷ്ണാവബോധത്തിലേക്ക് വരാൻ പറ്റൂ. അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിലേക്ക് വരില്ല കേട്ടോ. വീണ്ടും ജന്മമെടുക്കും നമ്മൾ. പിന്നെന്താ പറയുന്നത്? വൈദിക സാഹിത്യത്തിൽ വിവരിക്കുന്ന മറ്റ് യജ്ഞങ്ങളുടെ അനുഷ്ഠാനം കലികാലത്ത് എളുപ്പമല്ല. അതായത് വൈദിക സാഹിത്യം എന്ന് പറയുന്ന വേദങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് കലിയുഗമാണ്. എല്ലാം കൂടെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ വേദങ്ങളിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതിനു പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടേക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. എല്ലാ വേദമന്ത്രങ്ങളെയും നമ്മൾ ഫോളോ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് നടക്കുന്ന കാര്യമേ അല്ല. ഒരാൾക്കും നടക്കില്ല. ഓക്കെ, താങ്ക് യു സുജാ മാതാജി. എന്നാൽ സങ്കീർത്തന യജ്ഞം ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ലളിതവും എന്തുകൊണ്ടും ഉദാത്തവുമാണ്. എന്ത്? സങ്കീർത്തന യജ്ഞം. എന്താണ് സങ്കീർത്തന യജ്ഞം? ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെയാണ് നമ്മൾ സങ്കീർത്തന യജ്ഞം എന്ന് പറയുന്നത്. ഈ സങ്കീർത്തന യജ്ഞം എന്ന് പറയുന്നത് നമുക്ക് ഗീതയിൽ പറഞ്ഞതുപോലെ വളരെ സിമ്പിളാണ്. രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, ഭഗവാന്റെ പാദത്തിൽ തുളസി വെക്കുക, അദ്ദേഹത്തിന് കുറച്ച് ജലം വെക്കുക, എന്തെങ്കിലും ഒരു നിവേദ്യം വെക്കുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 പ്രാവശ്യം മാലയിൽ ജപിക്കുക. കഴിഞ്ഞു. അപ്പോൾ ഒരു മാല കഴിഞ്ഞു. ക്ലിയർ? ഇനി നമുക്ക് 15 മാലയുണ്ട്. ആ 15 മാല കിടക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പേ ചെറിയൊരു ക്ലിക്കർ കയ്യിലെടുക്കുക. ക്ലിക്കർ ഇല്ലാത്തൊരു മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടുക. ക്ലിക്കറിൽ നിങ്ങളിങ്ങനെ എന്ത് ജോലി ചെയ്യുമ്പോഴും ക്ലിക്കറിൽ ജപിച്ചുകൊണ്ടേ ചെയ്യാം. അപ്പം നമുക്കൊരു മനസ്സമാധാനം കിട്ടും ജീവിതത്തിൽ. നമ്മളെ ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ വെറുത്താലും എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ വളരെ ബോൾഡായിട്ട് നിൽക്കും. ആരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഭഗവാനുണ്ട് എന്നുള്ള ആ ഒരു ബോധം നമ്മളിൽ വരും. ആ ബോധം മതി മനുഷ്യനെ ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ. അതർവൈസ് നമ്മൾക്ക് ചെറിയൊരു വിഷമം വന്നാൽ പോലും നമ്മൾ തളർന്നു പോകും. അപ്പം അങ്ങനെ തളരാതെ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ എല്ലാത്തിൻ്റെയും ആധാരം എന്താണ്? മനസ്സാണ്. മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അമിതമായിട്ടൊന്നും ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ഗുരുവായൂരപ്പൻ മതി എന്ന മനോഭാവത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ, ഇനി നമ്മുടെ 11-ാമത്തെ ശ്ലോകം. 10-ാമത്തെ ശ്ലോകം മനസ്സിലായോ? 10-ാമത്തെ ശ്ലോകം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്, 10-ാമത്തെ ശ്ലോകം മനസ്സിലായി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടൂ. വേഗം ഇടൂ കേട്ടോ, 2 മിനിറ്റ് കൊണ്ട്. മാതാജി മുടി മുറിച്ചു. മനസ്സിലായി? ഓക്കെ, ഇനി 11-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ദേവാൻ ഭാവയധാനേന തേ ദേവാ ഭാവയന്തുവ പരസ്പരം ഭാവയന്ത ശ്രേയ പരമ വ്യാപ്സ്യത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവന്മാർ യജ്ഞം കൊണ്ട് സന്തുഷ്ടരായാൽ നിങ്ങളെ അവർ സന്തുഷ്ടരാക്കും. നമ്മൾ കുറേ യജ്ഞം ചെയ്താൽ, ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നു, നമ്മൾ സത്യയുഗം ഉണ്ടാവുന്ന കാലത്ത് ദേവന്മാരും നമ്മളും ഒരുപോലെയായിരുന്നു. ഓർമ്മയില്ലേ അന്ന് പറഞ്ഞത്? ദേവന്മാരും നമ്മളും ഒരുപോലെയായിരുന്നു. എപ്പോ?
സത്യയുഗം തുടങ്ങുന്ന സമയത്ത് അല്ലേ. അപ്പം ഇപ്പോൾ എന്ത് പറ്റി, നമ്മൾ കുറേ തെറ്റുകളുടെ കൂമ്പാരം ചെയ്ത് കൂട്ടിയത് കൊണ്ട് നമുക്ക് എന്തായി, ദേവന്മാരിൽ നിന്ന് നമ്മൾ താഴേക്ക് വന്നു. അപ്പോൾ ദേവന്മാർക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ ഗുരുവായൂരപ്പൻ്റെ അത്രയും കഴിവ് ദേവന്മാർക്കില്ല. അപ്പോൾ ദേവന്മാരെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ദേവീ ദേവനെയൊക്കെ ആരാധിക്കുകയാണെങ്കിൽ നമ്മൾ പറയാറില്ലേ ഈശ്വരകോപം സംഭവിച്ചു എന്ന്. ഗുരുവായൂരപ്പൻ ഒരിക്കലും നമ്മളോട് കോപിക്കില്ല, കാരണം അദ്ദേഹം സാത്വിക ഗുണ സമ്പൂർണനാണ്. പക്ഷേ ദേവന്മാർ നമ്മളോട് കോപിക്കും. കാരണം എന്താണ്, അവർ രജോ തമോ ഗുണങ്ങളിലാണ് നിൽക്കുന്നത്. അവർക്ക് അനുഗ്രഹിക്കാനും പറ്റും, അവർക്ക് നമ്മളോട് ദേഷ്യപ്പെടാനും പറ്റും. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്താലും, അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യരുത്, ഞാൻ പറയുകയാണ്, എന്ത് ചെയ്താലും ഈശ്വരൻ അത് എത്ര വേണമെങ്കിലും നമ്മളോട് ക്ഷമിക്കും. അതുകൊണ്ടാണല്ലോ ഭൃഗുമുനി പോയിട്ട് നമ്മുടെ ഭഗവാന്റെ നെഞ്ചത്ത് ചവിട്ടിയപ്പോഴേക്കും അദ്ദേഹം അത് ക്ഷമിച്ചത്. അതേസമയം നമ്മുടെ ബ്രഹ്മദേവന്റെ സദസ്സിൽ ചെന്നിട്ട് കാലെടുത്ത് വെച്ചപ്പോഴേക്കും ബ്രഹ്മദേവന് ഭയങ്കര ദേഷ്യം വന്നു അല്ലേ. നേരെ ചെന്ന് മഹാദേവൻ ഭൃഗുമുനിയെ കെട്ടിപ്പിടിച്ചപ്പോഴേക്കും ചുടലഭസ്മധാരിയായിരിക്കുന്ന അവിടെ നിന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ അശുദ്ധനാക്കി, ഞാനൊരു ബ്രാഹ്മണനാണെന്നും പറഞ്ഞുകൊണ്ട് ഭൃഗുമുനിയും വഴക്കിട്ടു. അപ്പം നേരെ മഹാദേവൻ എന്താ ചെയ്തത്, ഒരു വലിയ തൃശൂലം എടുത്തിട്ട് ഭൃഗുമുനിയെ കുത്താൻ വേണ്ടി ഓടി. അതൊക്കെ രജോ തമോ ഗുണത്തിൻ്റെ ഭാഗമാണ്. അപ്പം രജോ തമോ ഗുണം ഉള്ളത് കൊണ്ട് ക്ഷമ വളരെ കുറവായിരിക്കും. എന്നാൽ സാത്വിക ഗുണം സമ്പൂർണ്ണമാണ് നമ്മളെങ്കിൽ ക്ഷമ വളരെയധികം ഉണ്ടാവും. അപ്പം ഇവിടെ ഗുരുവായൂരപ്പൻ എന്താണ്, നല്ല ക്ഷമയുള്ള ഒരാളാണ്. അപ്പം ഗുരുവായൂരപ്പനെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് കഷ്ടതകളുണ്ടെങ്കിലും, നമ്മുടെ ഭാഗത്ത് എന്ത് വീഴ്ചകൾ വന്നാലും അദ്ദേഹം അത് ക്ഷമിക്കും. എന്നാൽ മറ്റു ദേവന്മാർക്ക് നമ്മൾ യജ്ഞം ചെയ്യുകയാണെങ്കിൽ അവരെന്താ ചെയ്യുക, അവർ സന്തുഷ്ടരായി കഴിഞ്ഞാൽ നമ്മളെ അനുഗ്രഹിക്കും. ഇങ്ങനെ പരസ്പര പ്രീണനം കൊണ്ട് രണ്ട് കൂട്ടർക്കും പരമശ്രേയസ് ഉണ്ടാവും. ഇങ്ങനെ എന്താ പറയുക, ദേവന്മാർ നമ്മൾ അനുഗ്രഹിക്കും, പക്ഷേ ഒരു കാരണവശാലും നമുക്ക് ആ ഒരു ബന്ധം കാലാകാലം കൊണ്ടുപോകാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ, ദേവന്മാരുമായിട്ടുള്ള ആ ഒരു ബന്ധം കാലാകാലമൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ ഗുരുവായൂരപ്പനുമായിട്ടുള്ള ബന്ധം നമുക്ക് കാലാകാലം കൊണ്ടുപോകാൻ പറ്റും. ദേവന്മാരാണ് ഭൗതിക കാര്യങ്ങളുടെ അധികാരമേൽപ്പിക്കപ്പെട്ട ഭരണകർത്താക്കൾ. ദേവന്മാരാണ് ഈ ഭൗതിക കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആധികാരികത. അവരാണ് ഈ ഭൗതിക കാര്യങ്ങളിലുള്ള ഭൗതിക ലോകത്തുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഭഗവത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കർമ്മചാരികളാണ് അവർ. ഭഗവാന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സ്ഥിതി ചെയ്യുകയാണ്. കണ്ടിട്ടില്ലേ നിങ്ങൾ വിരാട് രൂപത്തിൽ നമ്മൾ കാണാറില്ലേ? വായു, വെളിച്ചം, വെള്ളം മുതലായ ജീവജാലങ്ങൾക്കൊക്കെ ശരീര നിർദ്ധാരണത്തിനുള്ളതെല്ലാം വിതരണം ചെയ്യാൻ അധികാരപ്പെട്ടവരാണ് ആര്? ദേവന്മാരെന്ന് പറയുന്നത്. വായു, വെളിച്ചം, വെള്ളം എല്ലാത്തിനും ദേവനുണ്ട് അല്ലെ. ആ ദേവന്മാരാണ് ഭൗതിക ലോകത്ത് വായു, വെളിച്ചം, വെള്ളം ഇതൊക്കെ വേണം മനുഷ്യന് ജീവിക്കാൻ. മനുഷ്യന് മാത്രമല്ല, സകല ജീവജാലങ്ങൾക്കും ഇതെല്ലാം വേണം. അപ്പൊ ഈ ജീവജാലങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നതും ഈ ജീവജാലങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നതും ആരാണ്? ദേവന്മാരാണ്. അപ്പം ഈ ദേവന്മാരെന്ന് പറയുന്നത് ഭഗവാനിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട ഭഗവാന്റെ വിവിധ ശരീര അവയവങ്ങൾ മാത്രമാണ്. അവരുടെ പ്രീതിയും അപ്രീതിയും മനുഷ്യന്റെ യജ്ഞാനുഷ്ഠാനങ്ങളെ ആശ്രയിച്ചിരിക്കും. നമ്മൾ അവരെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും അവർ നമ്മളോട് ഇടപെടുന്നത്. നമ്മൾ ഗുരുവായൂരപ്പനെ ആരാധിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ദേവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്തേക്ക് പോയാൽ മാത്രമേ അവർ നമ്മുടെ അടുത്തേക്ക് വരൂ, ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. ചില യജ്ഞങ്ങൾ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വൈദികമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില യജ്ഞങ്ങൾ എന്ന് പറയുന്നത് ദേവന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അവ ചെയ്യുമ്പോഴും സർവ്വയജ്ഞോപോക്താവ് എന്ന നിലയ്ക്ക് വിഷ്ണു പൂജിക്കപ്പെടുന്നു. അതായത് നമ്മൾ ദേവന്മാരെ പൂജിക്കാൻ വേണ്ടി കുറേ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഭഗവാന്റെ ശരീരത്തിലുള്ള വിവിധ അവയവങ്ങൾ തന്നെയാണ് ഈ ദേവന്മാരെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ദേവന്മാരെ സംപ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ യജ്ഞങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്നതെങ്കിൽ കൂടിയും ഓട്ടോമാറ്റിക്കലി അത് ആരാണ് സ്വീകരിക്കുന്നത്? ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് സ്വീകരിക്കുന്നത്. അതായത് ഒരു ഭക്ഷണം എടുത്തിട്ട് നമ്മൾ കഴിച്ചാൽ നമ്മളുടെ വായിലൂടെ അത് നേരെ എവിടെ എത്തും? വയറിലെത്തും. അല്ലാതെ കൈക്കുള്ളത് സെപ്പറേറ്റ്, കാലിനുള്ളത് സെപ്പറേറ്റ് അങ്ങനെ നമ്മൾ കഴിക്കുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ട് അല്ലെ. അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നത് പോലെ തന്നെയാണ് ഉറപ്പായിട്ടും സുജു നിതാന്തന്റെ പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും നിതുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്കും എങ്ങനെയാണോ നമ്മുടെ ഭക്ഷണം എത്തുന്നത് അതേപോലെ തന്നെയാണ് ദേവന്മാർക്ക് വേണ്ടി നമ്മൾ എന്ത് യജ്ഞങ്ങൾ എന്ത് പൂജകൾ ചെയ്തു കഴിഞ്ഞാലും അത് സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ് അത് സ്വീകരിക്കുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഭക്തോധാരം സർവയജ്ഞാനാം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ പറയുന്നു. ഭക്തോരാം സർവയജ്ഞാനാം, ഭഗവത്ഗീത അത് ശക്തമായിട്ട് പറയുന്നുണ്ട്. യജ്ഞബോധാവ് കൃഷ്ണൻ തന്നെയാണ് എന്ന്. എന്താണ് യജ്ഞബോധാവ്? കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണനാണ് എല്ലാം എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്. ആർക്ക് ഏത് ദേവന്മാർക്ക് നമ്മൾ എന്ത് കൊടുത്താലും അത് സ്വീകരിക്കുന്നത് ആരാ? കൃഷ്ണൻ തന്നെയാണ്. എല്ലാ യജ്ഞങ്ങളുടെയും പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദേവന്മാരെയും കൃഷ്ണനെയും നമ്മൾ
നേരിട്ടോ അല്ലാതെയോ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പം ദേവന്മാർക്ക് വേണ്ടി എന്ത് കൊടുത്താലും അത് കൃഷ്ണന്റെ കൈകളിലേക്കാണ് എത്തുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനുമേലെ കൃഷ്ണനെ നേരിട്ട് പൂജിച്ചാൽ പോരെ. ഹരേ കൃഷ്ണ എന്ന് ഏത് ക്ഷേത്രത്തിൽ പോയി നിന്ന് പറഞ്ഞാലും ആ ഇരിക്കുന്ന ദേവൻ ആരായാലും അവർ ഹാപ്പിയാവും. കാരണം അവരെല്ലാവരും നോക്കുന്നത് ഭഗവാൻ കൃഷ്ണനെയാണ്. മനസ്സിലായില്ലേ? ഈ യജ്ഞങ്ങൾ പിഴയില്ലാതെ നടത്തുന്നത് കൊണ്ട് വിതരണത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് ചുമതലപ്പെട്ട ദേവന്മാർ സ്വാഭാവികമായിട്ടും സംതൃപ്തരാകുന്നുണ്ട്. അപ്പം വെള്ളമാണെങ്കിലും വെളിച്ചാണെങ്കിലും കാറ്റായാലും മഴയായാലും എല്ലാത്തിനും ഓരോ ദേവനുണ്ട്. അപ്പം ഈ ദേവന്മാരെല്ലാവരും നമ്മൾ എന്ത് പൂജ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ തൃപ്തിപ്പെട്ട് കഴിയുകയാണെങ്കിൽ അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് തൃപ്തിപ്പെടുന്നത്. മനസ്സിലായില്ലേ? അയച്ചുരാമ. പിന്നെന്താ പറയുന്നത്? യജ്ഞാനുഷ്ഠാനത്തിന് അനേകം പാർശ്വഫലങ്ങളുണ്ട്. ഒരുപാട് നല്ല ഫലങ്ങളുണ്ട്, ഒരുപാട് ഓപ്പോസിറ്റ് ഫലങ്ങളും യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ട്. ആത്യന്തികമായി ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വഴിയൊരുക്കുന്നു. നമ്മൾ കൂടുതൽ കൂടുതൽ യജ്ഞങ്ങളൊക്കെ ചെയ്ത് ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്താൽ നമുക്കതൊന്നും ഒരു മാറ്ററേ അല്ല. നമ്മൾ ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? എങ്ങനെയെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് മുഴുവൻ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. നമ്മൾ എന്താഗ്രഹിച്ചാലും ചിലപ്പോൾ കിട്ടാതെ പോയേക്കാം, ചിലപ്പോൾ കുറച്ച് കിട്ടാം, ചിലപ്പോൾ കുറച്ച് വൈകി കിട്ടാം, ചിലപ്പോൾ ചോദിക്കുന്നതിനേക്കാൾ മുമ്പേ കിട്ടാം. ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീലകളാണ്. മനസ്സിലാവുന്നില്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, ചോദിക്കുന്നതെല്ലാം ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഉചിതമാണ് എങ്കിൽ ഭഗവാനിൽ നിന്ന് നമുക്കത് കിട്ടും. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യജ്ഞാചരണം സർവ്വകർമ്മങ്ങളെയും പവിത്രീകരിക്കും. നമ്മൾ യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, യജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. നമ്മളെ വീട്ടിൻ്റെ അകത്ത് വെച്ച് ചെയ്യുന്ന യജ്ഞം മാത്രമല്ല യജ്ഞം എന്ന് പറയുന്നത്. എന്താണ്? നമ്മളെ മാനസ പൂജയും യജ്ഞമാണ്. അപ്പം അങ്ങനെയുള്ള മാനസ പൂജ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും സർവ്വകർമ്മങ്ങളെയും പവിത്രീകരിക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മുടെ മാനസ പൂജ പവിത്രീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഓക്കെ, പിന്നെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഹാര ശുദ്ധൗ സത്താ ശുദ്ധി സത്വശുദ്ധ ധ്രുവാസ്മൃതി ധ്രുവാസ്മൃത്യ സ്മൃതോർലാഭേ സർവാ ഗ്രന്ഥിനാം വിപ്രമോക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞാനുഷ്ഠാനം കൊണ്ട്, നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളുടെ അനുഷ്ഠാനം കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ, അതായത് നമ്മൾ കഴിക്കുന്ന എന്ത് സാധനങ്ങളായാലും ശരി ശുദ്ധീകരിക്കപ്പെടുന്നു. അല്ലേ? നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ നമ്മൾ അത് എടുത്തിട്ട് വായിൽ വെച്ച് അതിൻ്റെ രുചി നോക്കിയിട്ട് ഒറ്റയടിക്ക് നമ്മളത് കഴിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രസാദമാക്കി മാറ്റണം. എങ്ങനെയാണ് പ്രസാദമാക്കി മാറ്റുന്നത്? നമ്മൾ വീട്ടിൽ വെക്കുന്ന ഭക്ഷണങ്ങൾ നല്ല വൃത്തിയിലാണല്ലോ നമ്മൾ എന്തായാലും വെക്കുന്നത്. പക്ഷെ നോൺ വെജ് ഉണ്ടാക്കിയ പാത്രത്തിലൊന്നും കൊണ്ടുപോയിട്ട് നിങ്ങൾ ഭഗവാനുള്ളത് ഉണ്ടാക്കരുത്. അത് വലിയ തെറ്റാണ്. അപ്പം നമ്മൾ അതിന് ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ വഴി പറഞ്ഞു തന്നു. കാരണം നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 98% ആൾക്കാരും നോൺ വെജിൽ നിന്ന് വെജിലേക്ക് ആയവരാണ്. സോ നിങ്ങളുടെ വീട്ടിലെല്ലാ പാത്രങ്ങളിലും എന്തായാലും നോൺ വെജ് ഇട്ടിട്ട് നിങ്ങൾ തകർത്താടിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വെക്കാൻ വേണ്ടി മാത്രം ഒരു കലം മേടിക്കുക. ആ കലവും അതുപോലെ ഒരു ചീനച്ചട്ടി മേടിച്ചിട്ട് അതിൽ പപ്പടം വറുക്കുക. അപ്പം അതിൽ പിന്നെ വേറെ നോണൊന്നും യൂസ് ചെയ്യരുത്. അങ്ങനെ ചോറ് വെക്കാൻ ഒരു കലം വെച്ചിട്ട് അതിൽ നിന്ന് എടുക്കുന്ന ചോറും കണ്ണിമാങ്ങ അച്ചാറും തൈരും ഈ പപ്പടവും അത് മതി ഭഗവാന്. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളിങ്ങനെ വലിയ സംഭവ ബഹുലമായിട്ടൊന്നും നിവേദ്യം കൊടുക്കണമെന്നില്ല. അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും ഹൃദയം കൊണ്ട് കൊടുത്താൽ അദ്ദേഹം അത് സ്വീകരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോറും കണ്ണിമാങ്ങ അച്ചാറും പപ്പടവും തൈരും ഇത്രയും മതി. ഇതുണ്ടാക്കിയിട്ട് നേരെ ഭഗവാന്റെ മുമ്പിൽ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് ഭഗവാനോട് പറയാം, അങ്ങ് ഇത് കഴിച്ചിട്ട് ഞങ്ങൾക്കിതൊരു എന്താണ് ഒരു മഹാപ്രസാദമാക്കി തിരിച്ചു തരാൻ പറയാം. കാരണം നമ്മൾ ഇവിടെ പോയാൽ നമ്മുടെ ഒറീസയിൽ ജഗന്നാഥ് പുരിയിൽ പോയാൽ അവിടെ ലക്ഷോപലക്ഷം ആളുകളാണ് ഭക്ഷണം കഴിക്കുന്നത്. അല്ലേ? ചെറിയ ഉറുമ്പുകളും പട്ടികളും പൂച്ചകളും കാക്കകളും എല്ലാം അവിടെ കഴിക്കുന്നുണ്ട്. ആ ഒരു ഭക്ഷണശാല എന്ന് പറയുന്നത് വളരെ വലുതാണ്. കണ്ടതല്ലേ അത്? അവിടെ പാർവതി ദേവി അത്രയും ആഗ്രഹിച്ചു മഹാദേവന്റെ കൈൻ്റെ ആ നഖത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ നാരദമുനിയുടെ കൈൻ്റെ നഖത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ കൃഷ്ണൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ കുറച്ച് അംശം അത് മഹാപ്രസാദമായി അദ്ദേഹം കഴിച്ചു വന്നപ്പോഴേക്കും ആ നഖത്തിൻ്റെ ഉള്ളിൽ നിന്ന് തോണ്ടി കഴിച്ചു ആര്? നമ്മുടെ മഹാദേവൻ. അപ്പം അത്രയും മഹാപ്രസാദത്തിന് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആ മഹാപ്രസാദം കിട്ടാത്തതിൻ്റെ പേരിൽ പാർവതി ദേവി കോപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കൃഷ്ണൻ വന്നിട്ട് പറഞ്ഞത്, ഒന്നും വിഷമിക്കേണ്ട, സുഭദ്രയായി എൻ്റെ കൂടെ എവിടെ ഇരിക്കും? സുഭദ്ര ബൽറാം ജഗന്നാഥിൽ ഇരിക്കുന്നുണ്ട്. ജഗന്നാഥ് ആയിട്ട് എവിടെ ഇരിക്കുന്നു? നമ്മുടെ ഒറീസ ജഗന്നാഥ് പുരിയിൽ ഇരിക്കുമ്പോൾ അവിടത്തേക്ക് എന്നും കഴിക്കാം, ഇഷ്ടം
ഇഷ്ടം പോലെ പ്രസാദം കഴിക്കാം എന്ന് പറഞ്ഞു. നമുക്ക് പോവാം അവിടെ, എന്നും കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും മഹാപ്രസാദത്തിന് വാല്യൂ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ആ മഹാപ്രസാദം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാം. എങ്ങനെ? ഭഗവാന് നമ്മൾ ഇതുപോലെ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുക, അദ്ദേഹത്തിനോട് പറയുക, അങ്ങ് ഇത് സ്വീകരിച്ചിട്ട് മഹാപ്രസാദമായി ഞങ്ങൾക്ക് തന്നാലും എന്ന്. ആ മഹാപ്രസാദം കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് അസുഖങ്ങൾ, ഈവൻ നമ്മുടെ ശരീരത്തിന്റെ പ്രയാസങ്ങൾ, അങ്ങനെ ഒത്തിരി 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 മാറ്റം കിട്ടും. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എന്താണോ നമ്മൾ കഴിക്കുന്നത് അതിന്റെ ഒരു അംശം നമ്മുടെ ബോധമണ്ഡലത്തെ നന്നായി ബാധിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ബോധത്തെ നമ്മൾ നന്നായിട്ട് ബാധിക്കും. ഇപ്പൊ ഒരു കാര്യം ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തടിച്ച് ഒരിക്കലും ചെയ്യില്ല, അല്ലെ? നമ്മളൊന്ന് ആലോചിക്കും, ഇത് ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കും. അപ്പം ആ ബോധമണ്ഡലത്തിലൂടെ നമ്മൾ മനസ്സിൽ ആലോചിക്കുന്ന ഒരു കാര്യം ബോധമണ്ഡലത്തിലൂടെ നമ്മൾ ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ചെയ്യുന്ന കാര്യം നല്ലതായിട്ടില്ല എങ്കിൽ അതിന്റെ റിസൾട്ട് വളരെ മോശമായിരിക്കും. ഇതിനെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഈ കർമ്മം നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബോധമണ്ഡലത്തെ ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ അടുത്ത് നോൺ വെജ് കഴിക്കരുത്, ഉള്ളി വെളുത്തുള്ളി സവാള കഴിക്കരുത് എന്ന്. കാരണം ഉള്ളി വെളുത്തുള്ളി സവാള എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രാഹുവിന്റെ രക്തമാണ്. പാലാഴി മദനത്തിന്റെ സമയത്ത് വന്നിരിക്കുന്ന രാഹുവിന്റെ രക്തമാണത്. അപ്പൊ രാഹു എന്ന് പറയുന്നത് ഒരിക്കലും അത്രയ്ക്ക് ഒരു പോസിറ്റീവ് വൈബായിട്ടുള്ള ഒരു ഗ്രഹമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രക്തം, അത് ഉള്ളി വെളുത്തുള്ളി സവാള കമ്പൽസറി ആയിട്ട് ഓർത്തോളൂ. ഈ 3 സാധനം നമ്മുടെ കണ്ണിന്നും വെള്ളം വരുത്തും, നമ്മുടെ കയ്യിൽ അത്രയധികം മോശം സ്മെല്ലും ഉണ്ടാക്കും. അപ്പൊ ഈ 3 സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോധമണ്ഡലത്തെ അത് വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ പ്രതികൂല അവസ്ഥ നമ്മുടെ ചിന്തകളെ മോശമാക്കും, നമ്മുടെ പ്രവൃത്തികളെ മോശമാക്കും, നമ്മുടെ ജന്മത്തെ നശിപ്പിക്കും. അതുകൊണ്ടാണ് ഈ ഉള്ളി വെളുത്തുള്ളി സവാള ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ അത് യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ തന്നെ ചിന്തിച്ചാൽ അറിഞ്ഞൂടെ അത് ഗുരുവായൂരപ്പന് താല്പര്യമില്ലാത്തൊരു സാധനമാണെന്ന്. ചായ കാപ്പി അത് അത്യധികം യൂസ് ചെയ്യരുത്. കാരണം എന്താണ്? അത് ഒരുപാട് കഫീൻ അടങ്ങിയിട്ടിരിക്കുന്നുണ്ട്, തേൻ അടങ്ങിയിട്ടുണ്ട്, അതിലിരിക്കുന്ന ലഹരി അതാണ്. ക്ലിയർ? അപ്പൊ നമ്മൾ ഇതെല്ലാം നന്നായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സാത്വിക ഭക്ഷണ രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ സാത്വികമായിട്ട് നമ്മൾ കഴിച്ച് ജീവിച്ച് തുടങ്ങുമ്പോൾ ഭഗവാന് കൊടുക്കുന്ന ഭക്ഷണത്തെ മഹാപ്രസാദമാക്കി നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മൾ ആ മഹാപ്രസാദം കഴിച്ച് നമ്മുടെ ജീവിതത്തെയും പ്യൂർ ആക്കി കൊണ്ടുവരിക. അങ്ങനെ ജീവിച്ചിട്ട് കൃഷ്ണാവബോധത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ എത്ര വലിയ വിഷയം നമ്മുടെ ലൈഫിൽ വന്നാലും ശരി, നമ്മൾക്കൊരു ശാന്തിയും സമാധാനം കിട്ടും. അല്ല എങ്കിൽ ഭർത്താവ് ഒന്ന് പറഞ്ഞാൽ തിരിച്ച് 4 പറയുന്ന ഭാര്യമാരുടെ കാലം വളരെ 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 അടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഓൾറെഡി ആ കാലമാണ്. അപ്പൊ ആ കാലത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നത്, അല്ലെ? ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. മക്കള് അച്ഛനും അമ്മയും ഒന്ന് പറഞ്ഞാൽ മക്കള് തിരിച്ച് 4 പറയാൻ കാരണം അവരെ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അച്ഛനോട് എതിർത്ത് പറയൂ, അമ്മയോട് എതിർത്ത് പറയൂ, വലിയവരോട് അങ്ങനെ പറയൂ, നമ്മൾ പഠിപ്പിക്കുന്നില്ല. പക്ഷെ അവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ കുഞ്ഞിലെ അവർക്ക് ഊട്ടിക്കൊടുത്തത് എന്താണ്? നോൺ വെജ് ആണ്. നോൺ വെജും ഉള്ളിയും വെളുത്തുള്ളിയും സവാളയാണ് നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ റിയാക്ഷനാണ് അവരിൽ നിന്ന് കാണുന്ന സ്വഭാവ വ്യത്യാസം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ജീവിത ശുദ്ധി സ്മരണമണ്ഡലത്തിലുള്ള സൂക്ഷ്മകോശങ്ങളെ ശുദ്ധീകരിക്കുന്നു. അതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ജീവിത ശുദ്ധി, നമ്മുടെ ജീവിതം എത്രത്തോളം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ സ്മരണമണ്ഡലം, നമ്മുടെ ബോധത്തെ, ആ ജീവിതത്തിന്റെ പവിത്രത, ആ ഒരു വൃത്തി, അത് നമ്മുടെ സ്മരണമണ്ഡലത്തെയും കൂടെ ക്ലിയർ ആക്കുന്നുണ്ട്. ഇതെല്ലാം ഒത്തിണങ്ങി വന്നാൽ കൃഷ്ണാവബോധത്തിലേക്ക് വഴിയൊരുക്കുന്നു. പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് എത്തിക്കുന്നു. ആധുനിക സമൂഹത്തിന് ഇത് വളരെ അത്യാവശ്യമാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പെയാണ് ശ്രീല പ്രഭുപാദ് ഈ ഗീത എഴുതിയിരിക്കുന്നത്. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ആധുനിക സമൂഹത്തിന്, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ 2023 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ഇനി ആരും ചോദിക്കരുത് എന്തുകൊണ്ടാണ് മാതാജി അത് കഴിക്കരുത് എന്ന് പറയുന്നത് എന്ന്. അപ്പൊ അത് കഴിഞ്ഞു. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട്? വേഗം വേഗം പറ, എനിക്ക് മാല വാങ്ങിക്കാൻ പോകാനുണ്ട്. പെട്ടെന്ന് പറയൂ, എന്തെങ്കിലും സംശയം? കൂപ്പ് കയ്യിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം? എല്ലാം മനസ്സിലായി എന്നാണോ? മാതാജി വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ കൂടി ആഡ് ചെയ്യുമോ? വൈ നോട്ട്? തീർച്ചയായിട്ടും ആഡ് ചെയ്യും. മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ട് വെച്ചോട്ടാ. മനസ്സിലായോ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് 12ാമത്തെ ശ്ലോകം കൂടി എടുത്തിട്ട് നിർത്താം. 12ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിത തൈർദധാന പ്രാധ്യായഭ്യോയോ ഭുക്തോ സ്തേന ഏവസവഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി. നമ്മുടെ ജീവിതത്തിൽ പല 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 ആവശ്യങ്ങൾ നമുക്കുണ്ട് അല്ലേ? ഒത്തിരി ആവശ്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് വീട് വേണം, അത് വേണം, ഇത് വേണം, അത് അങ്ങനെ 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 ഒരു ലിസ്റ്റ് തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ട്. 800 ഉണ്ടായ പറയും ഓൾട്ടോ വേണം, അത് കഴിഞ്ഞ വാഗനാർ വേണം, പിന്നെ ലോഗൻ വേണം, അത് വേണം, ഇത് വേണം, കുറേ 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 വണ്ടികളുടെ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആവശ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഗ്രാഫ് അങ്ങ് ഉയർന്നു പോവുകയാണ്. ഒരു രക്ഷയില്ല, എവിടെയോ എത്തി നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോരോ ദേവന്മാരെ പോയിട്ട് നമ്മൾ പ്രീതിപ്പെടുത്തും. അപ്പോൾ പ്രീതിപ്പെടുത്തുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ അങ്ങനെ ദേവന്മാരെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ അവർക്കത് നൽകാനുള്ള അനുമതിയുമുണ്ട്, അവർക്കത് നൽകാനുള്ള കഴിവുമുണ്ട്, നിങ്ങൾക്കത് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇല്ല സുജിയമ്മ, ഇപ്പം എനിക്കില്ല, അപ്പം ഇപ്പം ബാക്ക് പെയിൻ ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അങ്ങനെ 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 കൂടിപ്പോകുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല. 1 കിട്ടിയാൽ 10 ആവണം, 10 100 ആവണം, 100 1000 ആവണം എന്ന് ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെ 1000ങ്ങളും 10000ങ്ങളും കടന്ന് ലക്ഷങ്ങളും ആയി അവസാനം നമ്മുടെ സ്വന്തം വീട്ടിൻ്റെ ആധാരം കൊണ്ടുപോയിട്ട് നമ്മൾ ബാങ്കിൽ വെക്കും, ജപ്തി നോട്ടീസ് ആവും, പിന്നെ എവിടെ ഇറങ്ങും? റൂട്ടിലേക്ക് ഇറങ്ങും. ആഗ്രഹങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടങ്ങൾ മാത്രമാണ്, ഒരിക്കലും ലാഭം കിട്ടില്ല. അപ്പം ഇതെല്ലാം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോരോ ദേവന്മാരെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കും. ആവശ്യമായിരിക്കുന്ന എല്ലാം അവർ ദേവന്മാർക്ക് മനുഷ്യർക്ക് തരികയും ചെയ്യും. ക്ലിയർ? ഈ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവർ ചോരൻ തന്നെയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ആഗ്രഹങ്ങളെല്ലാം നേടിക്കഴിഞ്ഞാലോ 10 ദിവസം ഒരു അമ്പലത്തിൽ പോകും. ഞാൻ അവിടെ ഒരു അമ്പലത്തിൽ പോയായിരുന്നു, എനിക്ക് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടി, നല്ല ക്ഷേത്രം, ഞാൻ അവിടെ ഒരു ചാക്ക് അരിയുടെ പൈസയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ് തിരിച്ചു വരും. എന്നിട്ട് വേറെ ആരെങ്കിലും പറയും, അയ്യോ ദേ വേറൊരു അമ്പലം ഉണ്ട് കേട്ടോ, അവിടെ ചെന്ന് എല്ലാ കാര്യവും നടക്കുമെന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? രാധാദേവി പച്ചയാണ് ഇട്ടിരിക്കുന്നത്, ഞാൻ മഞ്ഞയാണ്. അപ്പം നേരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അടുത്ത ആൾ പറഞ്ഞ അടുത്ത അമ്പലത്തിലേക്ക് വിടും. എന്നിട്ട് അവിടെ ചെന്നിട്ടോ അവിടെയും പോയി എന്തൊക്കെയോ കുറേ പ്രാർത്ഥിച്ച് ഒരു ചാക്കരിയും കുറേ മാലയും വളയും അതും ഇതൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്നും കുറേ കാര്യമൊക്കെ നേടിത്തി തരും. അപ്പോൾ ആരെങ്കിലും ചോദിക്കും, അല്ല നീ ഇവിടെയാണോ വരുന്നത്? ആദ്യം ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടെ പോയിരുന്നു, പക്ഷെ അവിടുന്ന് കാര്യങ്ങളൊക്കെ നടന്നു, ഞാനൊരു ചാക്കരിയും കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞു, കമ്മിറ്റ്മെൻറ്റ് തീർന്നു, അതോടുകൂടി കമ്മിറ്റ്മെൻറ്റ് കഴിഞ്ഞു അല്ലേ? പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ലൈഫ് ലോങ് താങ്ക്ഫുൾ ആയിരിക്കണം. നമ്മൾക്ക് ഒരാളൊരു കാര്യം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ആ ഉപകാര സ്മരണ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ദേവന്മാരോടായാലും ശരി, മനുഷ്യന്മാരോടായാലും ശരി. ദേവന്മാരാരും നമ്മളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല, കാരണം അവർക്ക് കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും അവർക്ക് അതിൻ്റെ മേലെയുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നമ്മളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഉപകാര സ്മരണ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ മനുഷ്യന്മാർക്ക് ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപകാര സ്മരണയാണ് ഇല്ലാത്തത്. അപ്പം ആ ഉപകാര സ്മരണ ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കള്ളനെ പോലെയാണെന്നാണ് പറയുന്നത്. തെറ്റാണ്, ഒരിക്കലും അത് നമ്മൾ ചെയ്യരുത്. ഉപകാര സ്മരണ ഇല്ലാതിരിക്കരുത്, ഒരു മനുഷ്യനും അങ്ങനെ ജീവിക്കരുത്. നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒരാൾ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ എന്നും നന്ദിയുള്ളവരായിരിക്കണം. അവർ നമ്മളെ എന്ത് ചെയ്താലും ശരി നമ്മൾ തിരിച്ച് അവരെ ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്. അത് ഈശ്വരൻ്റെ നിഘണ്ടുവിൽ വലിയ പാപമാണ്, വലിയ തെറ്റാണ്. മനസ്സിലായില്ലേ? ഒരു കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പലരുടെയും വീട്ടിൽ പോകണമെങ്കിൽ അവർ നമ്മളുമായിട്ട് സംസാരിക്കാറില്ല. ഒരു കാലത്ത് ഇവിടെ തന്നെ ആയിരുന്നു, ഇപ്പോൾ ഇല്ല. അതെന്താ അങ്ങനെ? ഓക്കെ, മനുഷ്യനാണ്, പല പല തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കും. ആ തെറ്റുകളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. മനുഷ്യന് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു 2 വീട്ടുകാർ തമ്മിൽ മിണ്ടുന്നില്ല എന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ഈ വീട്ടിലൊരു മരണം നടന്നാൽ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തുള്ളവർ വരും, വരാതിരിക്കില്ല. അയ്യോ അവിടെ അവർ മരിച്ചു, ഇനി ഡോറും വാതിലൊക്കെ കൊട്ടി അടച്ചേക്കെന്ന് പറയുന്ന ഒരു അങ്ങനത്തെ ഒരു സ്വഭാവശുദ്ധി കേരളത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ ആവരുത്, നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. എൻ്റെ വീട്ടിൻ്റെ ഉമ്മറത്ത് കൂടെ വഴി നടക്കരുത് എന്ന് പറഞ്ഞിട്ട് വെള്ളപ്പൊക്കം വന്നപ്പോഴേക്കും അതിനും വലമ്പൊന്നും നമുക്കറിയാൻ പാടില്ല ഏതാന്നുള്ളത് അല്ലേ? അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതികൾ വേണ്ട. നമ്മളോട് മിണ്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ചിരിക്കുക. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ചിരിച്ചോട്ടെന്നേ, വേണ്ടെങ്കിൽ വേണ്ടെന്നേ, അത്രയുള്ളൂ, വിട്ടേക്കണം. മനസ്സിലായില്ലേ? ഒരിക്കലും മഞ്ചരീസിലുള്ള ഒരാളും ഉപകാരസ്മരണ ഇല്ലാത്ത ഒരു വ്യക്തികളായി മാറരുത്. പലരും എൻ്റെ അടുത്ത് പലതും സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഈ നിങ്ങൾക്ക് അവരോട് വഴക്കാണ് ഇവരോട് വഴക്കാന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഒരു കാലത്ത് ഇവർ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നില്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ? പിന്നെ എന്താണ് ഞാൻ ക്ലാസ്സിലിരുന്ന് പറയുന്നത് എന്ന്. അപ്പം നമ്മൾ ഇന്ന് മുതൽ ഫ്രം ദിസ് മൊമെൻറ്റ് നമ്മുടെ മൈൻഡിൽ നിന്ന് മറക്കേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മറന്നു കളയുക, ഒന്നും വെക്കരുത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇട്ട് തന്ന മൂവീസ് പോലും അതാണ്. മനസ്സിലായില്ലേ? ഇന്ന് ഇട്ട് തന്നിരിക്കുന്ന മൂവി പോലും അതാണ്. ഒരു നിമിഷം നമ്മൾ ചില കാര്യങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഈ ഭൂമിയിലില്ല. ക്ഷമ എവിടെയുണ്ടോ അവിടെ ഗുരുവായൂരപ്പനുണ്ട്.
ക്ഷമ എവിടെ ഇല്ലേ അവിടെ ഗുരുവായൂരപ്പനില്ല. മനസ്സിലായോ? പണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുബേരന്റെ അമ്പലത്തിൽ പൂജ ചെയ്തിട്ട് കാര്യമില്ല. കുടുംബജീവിതത്തിൽ ക്ഷമിക്കാൻ പഠിക്കുക, സഹിക്കാൻ പഠിക്കുക, മറക്കാൻ പഠിക്കുക. അങ്ങനെയെങ്കിൽ അവിടെ കൃഷ്ണൻ വരും. കൃഷ്ണൻ വരുമ്പോൾ കൃഷ്ണന്റെ വക്ഷസ്ഥാനത്തിരിക്കുന്ന ലക്ഷ്മി ദേവി ഓട്ടോമാറ്റിക്കലി വരും. അവിടെ ധനധാന്യ സമൃദ്ധി ഉണ്ടാവും. സമാധാനവും സന്തോഷവും എവിടെയുണ്ടോ അവിടെയാണ് ഗുരുവായൂരപ്പൻ ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെന്താ പറയണതെന്ന് വെച്ചാൽ മനുഷ്യർക്ക് വിഭവങ്ങൾ യുക്തം പോലെ വിതരണം ചെയ്യാൻ ഭഗവാൻ വിഷ്ണുവിനാൽ നിയോഗപ്പെട്ടവരാണ് ദേവന്മാർ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്മാർക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ആര് കൊടുക്കണം? ദേവന്മാർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിധിപ്രകാരമുള്ള യജ്ഞങ്ങളാൽ അവരെ തൃപ്തിപ്പെടുത്തേണ്ടതാണ്. നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ദേവന്മാരെ തൃപ്തിപ്പെടുത്തുക. അല്ലാതെ കൃഷ്ണനെ ആരാധിക്കുന്നു അതുകൊണ്ട് മറ്റു ദേവന്മാരെ ആരാധിക്കരുത് എന്നുള്ളൊരു സംസാരം പാടില്ല. ബാക്കി ദേവന്മാരെന്ന് പറയുന്നത് ഭഗവാന്റെ ശരീര അവയവങ്ങൾ തന്നെയാണ് അല്ലേ? അപ്പൊ ആ അവയവങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. വിവിധ ദേവന്മാർക്ക് അനുയോജ്യമായിരിക്കുന്ന വെവ്വേറെ യജ്ഞങ്ങളുണ്ടെന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. ഒരുപാട് ദേവന്മാർക്ക് അനുയോജ്യമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആരാധനാ രീതികൾ എല്ലാം നമ്മുടെ വേദങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്. ആത്യന്തികമായി അതെല്ലാം പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണന് ഭഗവാന് വേണ്ടി സമർപ്പിക്കുക തന്നെയാണ്. നമ്മൾ ഏത് ദേവന്മാരെ ആരാധിച്ചു കഴിഞ്ഞാലും അത് ഭഗവാൻ കൃഷ്ണന് തന്നെയാണ് ലഭിക്കുന്നത്. ഓക്കെ, ഭഗവാന്റെ മാഹാത്മ്യം അറിയാത്തവർക്കാണ് ദേവന്മാർക്കായുള്ള യജ്ഞം വിധിക്കപ്പെട്ടിട്ടുള്ളത്. ഗുരുവായൂരപ്പനെ അറിയില്ല എങ്കിൽ, നിങ്ങൾക്കാർക്കും ഗുരുവായൂരപ്പനെ അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലെ? ഗുരുവായൂരപ്പനെ അറിയില്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ദേവന്മാരെയൊക്കെ പൂജിച്ചോളൂ. ഗുരുവായൂരപ്പൻ അറിയുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഗുരുവായൂരപ്പനിലേക്ക് തന്നെയാണ് എത്തുന്നത്, വേറെ ആരിലേക്കുമല്ല, ഗുരുവായൂരപ്പനിലേക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പൊ ഭഗവാന്റെ ഇപ്പം ഗുരുവായൂരമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ആരുണ്ട്? അയ്യപ്പസ്വാമിയുണ്ട്, ഇപ്പുറത്ത് ദേവിയുണ്ട്, അപ്പുറത്ത് വിഘ്നേശ്വരനുണ്ട്, എല്ലാവരും ഉണ്ട് അല്ലെ? അപ്പം അത്രയും ഒരു ബോധമെങ്കിലും നമ്മുടെ ഉള്ളിൽ വരണം. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ മറ്റു ദേവന്മാരെ ഒന്നും അങ്ങ് ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മൾ അവരെയൊക്കെ വന്ദിക്കണം, നിന്ദിക്കാനും പാടില്ല, വന്ദിക്കണം. അത് നമ്മൾ അറിയുന്ന ദേവന്മാർ തന്നെയാണ്. അവരിലൂടെയാണ് നമ്മൾ കൃഷ്ണനെ അറിഞ്ഞത് അല്ലെ? അവരുടെ അടുത്തേക്ക് പോയി കുറച്ച് ബോധവും വെളിവും നമ്മുടെ ശരീരത്തിലും തലയ്ക്കകത്തോ ആൾതാമസം വന്നപ്പോഴാണ് നമുക്ക് ആരെ മനസ്സിലായത്? കൃഷ്ണനെ മനസ്സിലായത്. അപ്പൊ വന്ന വഴി നമ്മൾ മറക്കരുത്. അനുഷ്ഠിക്കുന്നവരുടെ ഭൗതികമായിരിക്കുന്ന സ്വഭാവ വിശേഷങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വേദങ്ങളിൽ പലതരത്തിലുള്ള യജ്ഞങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അതിലേക്കൊന്നും നമ്മൾ പോണ്ട, അതൊക്കെ ഭയങ്കരമായ വേറെ കാര്യങ്ങളാണ്, അതിലേക്കൊന്നും വേണ്ട. വിവിധ ദേവന്മാരുടെ പൂജകളും പൂജകരുടെ വിവിധ സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ച് നിർവഹിക്കപ്പെടുന്നു. അതും കറക്റ്റാണ്. എന്താണ്, കുറേ ദേവന്മാർക്ക് പല തരത്തിലുള്ള പൂജകളുണ്ട് അല്ലെ? അത് പൂജ ചെയ്യുന്നവരെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സാത്വിക കർമ്മങ്ങളുണ്ട്, അതുപോലെ കൗളാചാരങ്ങളുണ്ട്. അങ്ങനെ ആരാധനാ രീതികളിലേക്കും യജ്ഞങ്ങളിലേക്കും പോവുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഇപ്പൊ വിഷ്ണുമായ സേവ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് വേറൊരു കാറ്റഗറി, കൗളാചാര പ്രകാരമുള്ള പൂജയായി. ഭഗവതിയെ തന്നെ നമ്മൾ എങ്ങനെ ആരാധിക്കുന്നുണ്ട്? സാത്വികമായിട്ടും ആരാധിക്കുന്നുണ്ട്, കൗളാചാര പ്രകാരവും ആരാധിക്കുന്നുണ്ട്. ഇപ്പം വാർത്താളി, വരാഹി, ചാമുണ്ടി, അങ്ങനെ ആ ഒരു കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ ദേവിമാരെ നമ്മൾ കൗളാചാര പ്രകാരം, അതായത് മത്സ്യമാംസാദികൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. ആസ് എ സെയിം അത് ആരാധിക്കുന്ന വ്യക്തികളുടെ ക്യാരക്ടറിലും അതുപോലെയുള്ള സ്വഭാവങ്ങൾ കണ്ടേക്കാം. അവരുടെ ഫേസും ഒരു ബ്രാഹ്മണീയ രീതിയിൽ സാത്വികമായിട്ട് പൂജിക്കുന്ന ഒരാളുടെ ഫേസ് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സാത്വികമായിട്ട് നമ്മൾ ദേവി ആരാധിക്കുന്നിടത്ത് പോവുകയാണെങ്കിൽ അവിടെ ഒരു പീസ്ഫുൾ ആയിരിക്കുന്ന അന്തരീക്ഷമാണ് അല്ലെ? അതല്ല എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? ഉദാഹരണമായിട്ട് മാംസബുക്കുകൾ ഭൗതിക പ്രകൃതിയുടെ രൗദ്രഭാവത്തിന്റെ മൂർത്തീകരണമായിരിക്കുന്ന കാളിയെയാണ് പൂജിക്കേണ്ടത്. ശരിയല്ലേ? ഇപ്പൊ ഞാൻ അതല്ലേ നിങ്ങളോട് പറഞ്ഞത്, ചാമുണ്ടി, വരാഹി, വാർത്താളി, ബഹളാമുഖി, അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട്. ദേവിയുടെ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. കാളി സങ്കല്പത്തിൽ, കാളി ഭാവത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ അങ്ങനെ ആരാധിക്കുന്ന സമയത്ത് മാംസം വെച്ചുകൊണ്ടും മദ്യം വെച്ചുകൊണ്ടൊക്കെയാണ് എന്താണ് ഇങ്ങനെ ആരാധിക്കുന്നത്. അപ്പൊ അതിനെ കൗളാചാരം എന്നാണ് പറയുക. അങ്ങനെയുള്ള ആരാധനാ രീതികൾക്ക് കൗളാചാരം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആരാധിക്കുന്ന സമയത്ത് അവരിൽ ഒരു ഭയങ്കരമായിരിക്കുന്ന, ഞാൻ പറഞ്ഞ നോൺ വെജ് കഴിച്ച് പേടിച്ചു പോയി, നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അതേപോലെയാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ആരാധനയിലൂടെ കിട്ടുന്നത്. അതേസമയം വെജിറ്റേറിയൻ ആയിട്ട് നമ്മൾ സാത്വിക മനോഭാവത്തിലാണ് ആരാധിക്കുന്നത് എങ്കിൽ അതിലൊരു ശാന്തിയും സമാധാനവും വേറെ തന്നെയുണ്ട്. ഒരു സമാധാനമായിരിക്കുന്ന ഒരവസ്ഥ, മനസ്സിലായില്ലേ? സമാധാനമായിരിക്കുന്ന ഒരു പ്രാർത്ഥനാദികൾ അങ്ങനെ പോകുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ രണ്ട് തരത്തിലുള്ള ആരാധന പറയുന്നുണ്ട് നമ്മൾ, സാത്വിക ആരാധനയും കൗളാചാരവും. കൗളാചാരത്തിൽ നമ്മൾ കാളി സങ്കല്പത്തിലാണ് കൂടുതൽ ആരാധിക്കുന്നത്. അപ്പൊ അത് നോൺ വെജ് വെച്ചിട്ട്, കള്ള് വെച്ചിട്ട്, അങ്ങനെ ഡോർ അടഞ്ഞതാ മാതാജി, അങ്ങനെയൊക്കെ കുറെ. പിന്നെന്ന് പറയുമ്പോൾ സാത്വിക ആരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുവായൂരമ്പലത്തിലൊക്കെ ആരാധിക്കുന്നത് പോലെയുള്ള ആരാധനകളെയാണ് സാത്വിക ആരാധന എന്ന് പറയുന്നത്.
ദേവിയുടെ മുന്നിൽ ജന്തുബലി ചെയ്യാമെന്ന് വിധിയുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പാടില്ല. 2023 ജന്തുബലി പാടില്ല. കാരണം അത് ഓൾറെഡി നമ്മുടെ സുപ്രീം കോർട്ട് സ്റ്റോപ്പ് ചെയ്ത കാര്യമാണ്. അപ്പം പണ്ട് കാലങ്ങളിൽ ആടിന്, ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന പല പല സ്ഥലങ്ങളുണ്ട് കേട്ടോ, പക്ഷെ അത് പാടില്ല എന്നുണ്ട്. അപ്പം ഇപ്പൊ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ കോഴിക്കല്ല് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കോഴിയെ നിങ്ങൾക്ക് അവിടെ ഉഴിഞ്ഞിട്ടിട്ട് പോകാം, പക്ഷെ അവിടെ ഇങ്ങനെ കൊല്ലാൻ പാടില്ല. അപ്പൊ അതിന് ഉപരി മാറ്റിയിട്ടാണ്, അതായത് അതിനോടനുബന്ധിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്ത്, നമ്മുടെ ഗുരുതി തർപ്പണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗുരുതി തർപ്പണം ചെയ്യുന്നത് ലൈക്ക് ഞാൻ പറഞ്ഞുതരാം. ഗുരുതി ചെയ്യുന്ന സമയത്ത് ഈ മഞ്ഞപ്പൊടി, ചുണ്ണാമ്പ് ഇത് രണ്ടും കൂടെ കലക്കിയിട്ട് അത് രക്തം എന്നുള്ള സങ്കല്പത്തിലേക്കാണ് അത് എടുക്കുന്നത്. ഓക്കെ, അതിൽ വെള്ളരി കട്ട് ചെയ്തിട്ടിടും. വെള്ളരിയുടെ പീസ് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതെന്തായി? മാംസമായി. അപ്പം രക്തവും മാംസവും അത് അതിൻ്റെ ഒരു എന്താ പറയാ, അത് അതിൻ്റെ ഒരു ഇതാണ്. എന്ത്, നമ്മുടെ ഒരു സങ്കല്പമാണ്. രക്തവും മാംസവും രണ്ടും കൂടെ ചേരുന്നത് ഒരു സങ്കല്പത്തിലാണത്. ഈ മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും മിശ്രിതമായിരിക്കുന്ന ഭാവത്തിൽ നമ്മൾ സങ്കല്പ രീതിയിലാണ് നമ്മൾ അത് ചിന്തിക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗുരുതിയിൽ ഈ പറയുന്ന ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്, വെള്ളരിക്ക കട്ട് ചെയ്തിരിക്കുക. അത് കൗളാചാരമാണത്. മനസ്സിലായില്ലേ? നമ്മൾ വൈഷ്ണവ ഭക്തർക്ക് അങ്ങനെയുള്ള ആചാരങ്ങൾ പാടില്ല എന്നുണ്ട്. നമ്മൾക്കത് പാടില്ല എന്ന ഒരു സങ്കല്പമാണത്. പക്ഷേ മുൻകാലങ്ങളിൽ അതല്ല ചെയ്തുകൊണ്ടിരുന്നത്. മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ജന്തുക്കളെ കട്ട് ചെയ്ത് അതിൻ്റെ ചോരയൊക്കെ ഒഴിച്ച്, ഇപ്പം അത് ചെയ്യാൻ പാടില്ല. സുപ്രീം കോർട്ട് അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ആടിനൊക്കെ വെട്ടി മനുഷ്യഗുരുതി വരെ ചെയ്തുകൊണ്ടിരുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. അതെല്ലാം ഇപ്പം സ്റ്റോപ്പ് ചെയ്തു. ഇതിൽ നിന്നെല്ലാം മാറി എന്താ പറയുക, നമ്മൾ വൈഷ്ണവ രീതിയിലുള്ള സാത്വിക ആരാധനയാണ് നമ്മൾ പോകുന്നത്. ആ സാത്വിക പൂജ എന്ന് പറയുമ്പോൾ നമ്മൾ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നെയ്യും പൂക്കളും അതൊക്കെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് എന്ത്, സ്വാത്വിക ആരാധന. വെള്ളരിയോ കുമ്പളങ്ങിയോ സംതിങ് ലൈക്ക് ദാറ്റ്, അത് എന്തോന്ന്. അപ്പം അങ്ങനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പം നമ്മൾ വൈഷ്ണവ ഭക്തരെല്ലാം എന്താണ്, സാത്വിക ആരാധനയിലേക്കാണ് പോകേണ്ടത്. നമ്മൾ ഒരിക്കലും കൗളാചാരത്തിലേക്ക് പോകരുത്. കൗളാചാരം എന്ന് പറയുന്നത് ഭയങ്കര രൗദ്രതയാണ്. ആ രൗദ്രതയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾക്ക് എന്താ സംഭവിക്കാന്നറിയോ? ടെമ്പററി എഫക്റ്റ് നമ്മൾക്ക് കിട്ടും. ഇന്നൊരു കാര്യം നടക്കണം എന്നാണെങ്കിൽ ഇന്ന് ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. ഇല്ലെങ്കിൽ 21 days, 50 days, 41 days അങ്ങനെ കിട്ടും നിങ്ങൾക്ക്. പക്ഷെ അത് നമ്മൾക്ക് വിധിക്കപ്പെടേണ്ടതല്ല എങ്കിൽ, ലൈക്ക് ഇപ്പം ഞാൻ പറയാം, നിങ്ങൾക്കൊരു വണ്ടി വേണം. ആ വണ്ടി നിങ്ങൾക്ക് ഭയങ്കര തടസ്സമാണെന്ന് കരുതുക. അപ്പം നിങ്ങൾ എല്ലാം തടസ്സം, വീട് കിട്ടുന്നില്ല, വണ്ടി കിട്ടുന്നില്ല. അപ്പോൾ ആരെങ്കിലും പറയണം ഇങ്ങനെ ഒരു ക്ഷേത്രമാണ്, നിങ്ങൾ അവിടെ പോകുക, അവിടെ പോയി പൂജ ചെയ്യുന്നു പറഞ്ഞാൽ അവിടെ കൗളാചാരമാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ക്ലിയർ? നിങ്ങൾക്കത് കിട്ടും. പക്ഷെ എന്താ പ്രോബ്ലം എന്നറിയോ? ആ വണ്ടിയിൽ തന്നെ നിങ്ങൾ ആക്സിഡന്റ് ആയിട്ട് മരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് വിധിക്കാത്ത ഒരു കാര്യങ്ങളും ഗുരുവായൂരപ്പൻ നമ്മൾക്ക് തരില്ല. നമ്മൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഗുരുവായൂരപ്പൻ നമ്മൾക്ക് തരൂ. അപ്പം ഭഗവാന്റെ ഇച്ഛ എന്താണോ അതിനനുസരിച്ച് സാത്വിക മനോഭാവത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കാൻ പഠിക്കണം. കൗളാചാരമായിരിക്കുന്ന അവസ്ഥകളിലൂടെ പോയിട്ട് കാര്യങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് എഫക്റ്റ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും കൗളാചാര സങ്കല്പത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത്. അതാണ് നമ്മൾ വൈഷ്ണവ ഭക്തർ ആദ്യം പഠിക്കേണ്ടത്. സാത്വിക ഗുണമുള്ളവർക്ക് ദിവ്യമായ വിഷ്ണു പൂജയാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളെല്ലാവരും സാത്വികമായിട്ടാണ് പോകുന്നത്, അല്ലെ? നോൺ വെജ് കഴിക്കില്ല, കള്ളു കുടിക്കില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളിലില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സാത്വികമായിരിക്കുന്ന നമ്മൾ വിഷ്ണു പൂജയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ നമ്മൾ ഒരിക്കലും കൗളാചാരപരമായിരിക്കുന്ന പൂജയിലൂടെ നമ്മൾ മുന്നോട്ട് പോകരുത്. ക്ലിയർ? എന്നാൽ അന്ത്യവിശകലനത്തിൽ എല്ലാ യജ്ഞങ്ങളും അതീന്ദ്രിയ ഭാവത്തിലേക്ക് ക്രമേണ ഉയർത്തുവാനുള്ളതാണ്. ഏത് പൂജ ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആത്യന്തികമായി നമ്മൾ ഭഗവാനിലേക്കാണ് ഉയരേണ്ടത്. ഭഗവാനിലേക്ക് ഉയർന്നാണ് നമ്മൾ പോകേണ്ടത്. ഈ പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പം എന്താ പറയാ, ഒരു കാര്യം നടക്കാൻ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ശരി, കൗളാചാരം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെയും അവിടെ അവർ എന്തെങ്കിലുമൊക്കെ രാശി വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് പൂജ ചെയ്യാൻ പറയുന്നത്. സോ അങ്ങനെ പൂജ ചെയ്യാൻ പറയുന്ന സമയത്തുണ്ടാവുന്ന പ്രശ്നം എന്താണെന്നറിയോ? അവരിപ്പം രാശിയൊക്കെ വെക്കുകയാണെങ്കിൽ അതെ, അതല്ലേ നമ്മളത് കഴിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രാശിയൊക്കെ വെക്കുന്ന സമയത്ത് എന്താണെന്നറിയോ പറയാ? വ്യാഴം മറഞ്ഞു, ഈ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഇല്ല, അതുകൊണ്ട് ഇത് കഴിച്ചാലും അത് ശരിയാവില്ല. അപ്പൊ ഈ വ്യാഴം എന്ന് പറയുന്നത് ആരാണ്? ഗുരുവായൂരപ്പനാണ്. അപ്പൊ ആ ഗുരുവായൂരപ്പന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ആ ഇമ്പോർട്ടൻസ് ഉള്ള ഗുരുവായൂരപ്പൻ മറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പൂജ ചെയ്തിട്ടും കാര്യമില്ല. എവിടെ പോയി എന്ത് പൂജ ചെയ്തിട്ടും കാര്യമില്ല. അത് ഫലിക്കില്ല, അത് കിട്ടില്ല നമുക്ക്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ അപ്പോഴെങ്കിലും നമ്മൾക്ക് മനസ്സിലാവണം. അങ്ങനെ ഗുരുവായൂരപ്പനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് എവിടെ വേണേലും പോയി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, പക്ഷേ ജന്തുബലി, നരബലി ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ വലിയ തെറ്റാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ എവിടേക്കോ നരബലികളൊക്കെ നടത്തി. അതൊക്കെ ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിന് തന്നെ അപമാനമാണത്. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇങ്ങനെയുള്ള രീതിയിലേക്ക് പോകരുത്. കൗളാചാരം എന്ന് പറഞ്ഞാൽ ദുർമന്ത്രവാദം എന്നൊരർത്ഥമില്ല. കൗളാചാരം വേറെ, അതൊരു ആചാരത്തിൻ്റെ പേരാണ്. ആചരിക്കുന്ന യജ്ഞത്തിൻ്റെ ഒരു സ്വഭാവത്തെയാണ് കൗളാചാരം അല്ലെങ്കിൽ ഈ പറയുന്ന സാത്വിക ആചാരങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ദുർമന്ത്രവാദം, മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു കാറ്റഗറിയാണ്. അത് ചെയ്യുന്ന കർമ്മങ്ങളുടെ സ്വഭാവത്തെ അനുസരിച്ചിരിക്കും. കാരണം ഒരാളിനെ നശിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അത് ഒരിക്കലും ചെയ്യരുത്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. എന്താണ്, നിങ്ങൾ ഈ ഇതുപോലെയുള്ള പടങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സുനിൽ പരമേശ്വരൻ സാറ് റൈറ്റ് ചെയ്ത ഒരു പടമുണ്ട്, അനന്തഭദ്രം പോലെയുള്ള സിനിമകൾ കണ്ടാൽ അറിയാൻ പറ്റും. നമ്മുടെ ബോധത്തെയാണ് അത് സ്റ്റക്കാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു ദുർമന്ത്രവാദം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ബോധത്തെയാണ് സ്റ്റക്കാക്കി കളയുന്നത്. ഞാൻ അതേക്കുറിച്ചുള്ള ബുക്ക് ഇവിടെയുണ്ട്, നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ടൊരു ടോപ്പിക് തന്നെ എടുത്തരാം, അപ്പം മനസ്സിലാവും. അങ്ങനെയുള്ള മന്ത്രവാദങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു മന്ത്രവാദം ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് എന്താ പറയുക, ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ, ഒരാളെ നശിപ്പിക്കാൻ അങ്ങനെ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇവ മന്ത്രവാദം പഠിക്കുന്ന വ്യക്തികളോട് പറയുന്നുണ്ട് അവരുടെ ഗുരുക്കന്മാർ, ഇതൊരിക്കലും നിങ്ങൾ ഒരാളെ നശിപ്പിക്കാൻ ചെയ്ത് സ്വന്തം ഉയർച്ചയ്ക്ക് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കും. സ്വന്തം ഉയർച്ചയ്ക്ക് നിങ്ങൾ ചെയ്തോളൂ, പക്ഷെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, അതേക്കുറിച്ച് അത് വലിയൊരു ടോപ്പിക്കാണ്. ഇങ്ങനെ നമ്മളൊരു 1 hourലൊന്നും വന്നിരുന്ന് പറയേണ്ട ഒരു കാര്യമില്ല. ആ ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം ഇതുപോലെ ഒരു സൺഡേ ക്ലാസ് എടുത്തരാം. പിന്നെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മനുഷ്യർക്ക് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്ന യജ്ഞങ്ങളെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പഞ്ചമഹായജ്ഞങ്ങൾ, അതായത് നമുക്ക് 5 രീതിയിലുള്ള യജ്ഞങ്ങളുണ്ട്. ആ യജ്ഞങ്ങൾ സാധാരണക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റുന്നത്. അതെന്ത് യജ്ഞങ്ങളാണെന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. മനുഷ്യവർഗത്തിൽ എല്ലാ അത്യാവശ്യ വിഭവങ്ങളും ഭഗവാന്റെ കിങ്കരന്മാരായ ദേവന്മാരാണ് നൽകുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം നൽകുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്, ദേവന്മാർ തന്നെയാണ്. ആ ദേവന്മാർ എങ്ങനെയാണ് നമുക്കിത് തരുന്നത്? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് തരുന്നത്, ഭഗവാന്റെ അനുമതിയോടെയാണ് തരുന്നത്, അല്ലാതെ നമുക്ക് വെറുതെ തരുന്നതല്ല. ദേവന്മാരുടെ അടുത്ത് പോയി ചോദിക്കുമ്പോഴേക്കും ദേവന്മാർ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നില്ല. ഭഗവാന്റെ അനുമതിയിലാണ് അവർ ചെയ്യുന്നത്. ഭഗവാനെ അനുസരിക്കാതെ വന്നപ്പോഴാണ് മനുഷ്യരായിരിക്കുന്ന നമ്മളെല്ലാം താഴേക്ക് പതിച്ചു പോയത്. എന്നാൽ ദേവന്മാർ ഇപ്പോഴും ഭഗവാനെ അനുസരിച്ച് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് പോകുന്നത് കൊണ്ടാണ് അവർക്ക് ഇന്നും ആ ശക്തിയോടുകൂടി നിലനിൽക്കാൻ പറ്റുന്നത്. ഓക്കെ, ആർക്കും ഒന്നും നിർമ്മിക്കാൻ കഴിയില്ല. ഈ ഭൂമിയിൽ ആർക്കും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, എല്ലാം ദേവന്മാർക്കേ പറ്റത്തുള്ളൂ. ഉദാഹരണമായി ഭക്ഷ്യപദാർത്ഥങ്ങൾ എടുക്കുക. സ്വാത്വികന്മാർക്ക് വേണ്ടുന്ന ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പാൽ, പഞ്ചസാര എന്നിവയും മാംസബുക്കുകൾക്ക് ആവശ്യമുള്ള മാംസാദികൾ മനുഷ്യനുണ്ടാക്കാൻ സാധിക്കുന്നതല്ല. അല്ലെ, മാംസബുക്കുകൾ കഴിക്കുന്ന ഒരു സാധനവും നമുക്കുണ്ടാക്കാൻ പറ്റില്ല. അതും ദൈവം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വേണ്ട പഴവും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നമ്മളാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? നമുക്ക് ചെടി വളർത്തി മുന്നോട്ട് കൊണ്ടുവരാം, അതൊക്കെ. അത് വളരാനൊരു സപ്പോർട്ട് മാത്രമേ ആവുന്നുള്ളൂ. പക്ഷെ അത് സൃഷ്ടിച്ചതാരാണ്? ഈശ്വരനാണ്. അപ്പം എല്ലാം സൃഷ്ടിക്കുന്നതാരാണ്? ഭഗവാൻ തന്നെയാണ്. ജീവിതത്തിന് അത്യാവശ്യമായിരിക്കുന്ന ചൂട്, വെളിച്ചം, വെള്ളം, വായു എന്നിവയും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചൂട്, വായു, വെള്ളം, വെളിച്ചം എല്ലാം ആവശ്യമാണ്. ഇതെല്ലാം ആര് തരുന്നു? നമുക്ക് ഗുരുവായൂരപ്പൻ തന്നെയാണ് തരുന്നത്. അല്ലാതെ നമ്മളായിട്ട് നമ്മുടെ ഭയങ്കരമായിരിക്കുന്ന എന്താ പറയുക കഴിവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്, അല്ലേ? മനുഷ്യന് ഇതൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. സൂര്യപ്രകാശമായാലും ശരി, നിലാവും മഴയും എല്ലാം ഭഗവാന്റെ പ്രസാദമാണ്, ഭഗവാന്റെ കാരുണ്യമാണ്. ഈ പറയുന്ന വെളിച്ചവും വെള്ളവും എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്, അദ്ദേഹം നൽകുന്ന പ്രസാദമാണ് ഇതൊക്കെ. ഇതൊന്നും ഇല്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. വെള്ളവും വെളിച്ചവും ഒന്നും ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അത് ഭഗവാന്റെ പ്രസാദമാണ്. നമ്മുടെ മനുഷ്യൻ വർഗത്തിന് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടി ഭഗവാൻ നൽകിയ വലിയ പ്രസാദമാണ് എന്തെന്ന് പറയുന്നത് വെള്ളവും വെളിച്ചവും തണുപ്പും എല്ലാം. പഞ്ചഭൂതങ്ങൾ, കറക്റ്റ് രതി മാതാജി, ഇതെല്ലാം ഭഗവാൻ നൽകിയ വലിയൊരു കാരുണ്യമാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ഈശ്വരദത്തങ്ങളായിരിക്കവേ ആശ്രയിച്ചിരിക്കുന്നു. ഭഗവാന്റെ കാരുണ്യത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ ഇതൊക്കെ എൻ്റെ കഴിവ്, ഞാൻ ഉണ്ടാക്കിയെടുത്തത്, ഞാൻ ചെയ്തത് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാം ഭഗവാൻ തന്നെ. നമ്മൾ പറയുന്നില്ലേ, കാറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം, വെള്ളത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. ഓക്കെ, കറക്റ്റാണ്, മനുഷ്യൻ കണ്ടുപിടിച്ചു, ഇലക്ട്രിസിറ്റി സമ്മതിക്കുന്നു. പക്ഷേ ഈ കാറ്റും വെളിച്ചം ഇതിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ നിന്നല്ലേ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം എവിടുന്ന് ആര് കൊണ്ടുവന്നു? ഭഗവാൻ കൊണ്ടുവന്നു.
മനസ്സിലായില്ലേ? കാറ്റും വെളിച്ചവും എല്ലാം ഭഗവാൻ കൊണ്ടുവന്നു. ഈ ഇലക്ട്രിസിറ്റി മനുഷ്യൻ കണ്ടുപിടിച്ചാലും ഇത് കാറ്റിൽ നിന്നും വെള്ളത്തിൽ നിന്നൊക്കെ അല്ലേ കൊണ്ടുവരുന്നത്. ഈ വെള്ളവും കാറ്റും ഒക്കെ ആരാ തന്നത്? ഭഗവാനാണ് തന്നത്. സോ ഇതെല്ലാം ഭഗവാന്റെ വലിയ വലിയ പ്രസാദമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഉപകരണങ്ങൾക്ക് ലോഹങ്ങൾ, ഗന്ധകം, രസം, മാഗ്നീഷ്യം എന്നിങ്ങനെയുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾക്ക് പലതും ആവശ്യമാണ്. നമ്മൾ കണ്ടെടുത്തിരിക്കുന്നതായിരിക്കുന്ന പല പല സംഭവങ്ങളുണ്ട്. മഗ്നീഷ്യം, രസം, ഇതിനെല്ലാം പല പല റോ മെറ്റീരിയൽസ്, അതായത് അസംസ്കൃത വസ്തുക്കൾ, ഇതെല്ലാം ആവശ്യമാണ്. നാം ഇവയെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ആത്മസാക്ഷാത്കാരം നേടാൻ ആവശ്യമായിരിക്കുന്ന കരുത്തും ആരോഗ്യവും നിലനിർത്തേണ്ടതാണ്. അതായത് ഭഗവാൻ നൽകിയിരിക്കുന്ന ഈ വെള്ളവും വെളിച്ചവും ഇതൊക്കെ നമ്മൾക്ക് ഉചിതമായ രീതിയിൽ ഉപയോഗിക്കണം. അല്ലാതെ നമ്മൾ തോന്നിയ പോലെ ഇതിങ്ങനെ വേസ്റ്റ് ചെയ്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട്, ഇഷ്ടംപോലെ വെളിച്ചമുണ്ട്, അങ്ങനത്തെ ഒരു ജീവിതം പാടില്ല. എല്ലാത്തിനും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ദിവസവും രാവിലെ സൂര്യദേവനെ വന്ദിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ ആളുകൾ. കുളത്തിലൊക്കെ കുളിക്കുമ്പോൾ കുറച്ച് വെള്ളമെടുത്ത് അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥനാദികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ അച്ഛനൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം സൂര്യദേവനെ വന്ദിച്ചിട്ടേ അകത്ത് കയറാറുള്ളൂ. സോ ഇതൊക്കെ എവിടെ നിന്ന് വന്നു? അതെന്തുകൊണ്ടാണ്? നമ്മൾക്ക് വേണ്ട ചൂട്, വെളിച്ചം, നമ്മളുടെ ആ കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് തന്നെ ആരാണ്? സൂര്യദേവനാണ്. സോ അങ്ങനെയുള്ള സൂര്യദേവനെ പോലും ഉറപ്പായിട്ട് ബീന മാതാജി, ആ സൂര്യദേവനെ പോലും കാലചക്രം, ആ സൂര്യദേവനെ പോലും ആരാധിക്കാൻ മറന്നുപോയിട്ട് രാവിലെ 9-10 മണിയായി കഴിഞ്ഞാൽ പോലും എന്താണ് സംഭവിക്കുക? നേരെ പോയിട്ട് നമ്മൾ അങ്ങ് ഒഴിവാക്കും സൂര്യദേവൻ. ഏത് സൂര്യദേവൻ? ആ ഭാവത്തിൽ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കും. അതല്ല, ആ വെള്ളവും വെളിച്ചവും ആ ചൂടും എല്ലാം തരുന്ന ആ സൂര്യദേവനെ പോലും നമ്മൾ വന്ദിക്കണം. വന്ദിച്ച് ബഹുമാനത്തോടു കൂടി നമ്മൾ നമ്മുടെ കാലചക്രത്തെ നിയന്ത്രിക്കുന്ന ആ ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. ആ വഴിക്ക് ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായിരിക്കുന്ന ഭൗതിക ജീവിത സമരത്തിൽ നിന്നുള്ള മോചനം നേടുക. അപ്പം നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ? ഒരു കാര്യം നേടിയെടുക്കാനും അല്ലെങ്കിൽ ഒരു ദിവസം തള്ളി നീക്കാനും നമ്മൾ എന്തുമാത്രം നമ്മൾ വിഷമിക്കുന്നുണ്ട്. ആ വിഷമതകളെല്ലാം മറന്ന് നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ, ഇത് ഉദ്ദേശിച്ചുകൊണ്ട് ഭഗവത് കിങ്കരന്മാർ തന്നിരിക്കുന്ന പദാർത്ഥങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ ജീവിതമെല്ലാം നിലനിർത്തണം എന്നാലോചിച്ചിട്ട് ഭഗവാന്റെ കിങ്കരന്മാർ നൽകിയിരിക്കുന്നതാണ് നമ്മൾക്ക് ഈ സൗകര്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ. യജ്ഞം കൊണ്ട് ഈ ജീവിത ഉദ്ദേശം നിറവേറുന്നു. മനുഷ്യ ജീവിത ലക്ഷ്യം എന്തെന്ന് മറന്ന് നമ്മൾ ഭഗവത് കിങ്കരന്മാരാൽ ദത്തങ്ങളായിരിക്കുന്ന ഈ വിഭവങ്ങളെ ഇന്ദ്രിയ സംതൃപ്തിക്കായി ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടാവ് ഉദ്ദേശിച്ചിട്ടില്ലാത്ത രീതിയിൽ ഭൗതിക അസ്തിത്വത്തിൽ അധികം കുടുങ്ങിപ്പോവുകയാണെങ്കിൽ തീർച്ചയായും ചോരന്മാർക്ക് അനുയോജ്യമായ ശിക്ഷ പ്രകൃതി നിയമം അനുസരിച്ച് നമുക്ക് കിട്ടും. നമ്മൾ ഇതെല്ലാം മറന്ന് ഭഗവാനെയും മറന്നിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഭൗതിക ലോകത്തുള്ള ചൂടും വെളിച്ചവും എല്ലാം മറന്ന് ഇതെല്ലാം തന്നത് ഭഗവാനാണെന്ന് പോലും ചിന്തിക്കാതെ ആ സൂര്യദേവനെയും മറന്ന് ചന്ദ്രദേവനെയും മറന്ന് എല്ലാം മറന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഈശ്വരനെയും മറന്ന് ഞാൻ എൻ്റെ കഴിവുകൊണ്ടാണ് എല്ലാം നേടിയെടുത്തെന്നുള്ള ഭാവത്തിൽ ജീവിക്കുകയാണെങ്കിൽ പ്രകൃതി നിയമം അനുസരിച്ച് എന്ത് ശിക്ഷയാണോ ഉള്ളത് ആ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒരു സംശയവും ഇല്ല. ജീവിതത്തിൽ തനതായ ഒരു ലക്ഷ്യമില്ലാത്തത് കൊണ്ട് ചോരന്മാരുടെ സമൂഹത്തിന് ഒരിക്കലും സന്തുഷ്ടമുണ്ടാവാൻ കഴിയില്ല. നമുക്ക് ആദ്യം ജീവിതത്തിൽ വേണ്ടത് ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം ഒരു വേസ്റ്റാണ്, എവിടെയും എത്തിച്ചേരില്ല. ഭൗതികവാദികളായിരിക്കുന്ന ഇത്തരം കള്ളന്മാർക്ക് ആത്യന്തികമായിരിക്കുന്ന ഒരു ലക്ഷ്യമില്ല. ഭൗതിക ലോകമാണ് ഏറ്റവും വലുത്. ഈ ലോകത്ത് സുഖമായി ജീവിക്കുക, ഈ ലോകത്ത് അടിച്ചു പൊളിച്ചുള്ള കാലം ഹാപ്പി ആയിട്ട് ജീവിക്കാം. എല്ലാ കോഴീനെയും പൂച്ചേനെയും പാമ്പിനെയും പാറ്റേനെയും പുഴുവിനെയും ഒക്കെ നമുക്ക് തിന്നാനാണ് തന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഈ കുരങ്ങിനെയും നായനെയും എല്ലാം എടുത്ത് തിന്ന് തവളേനെയും ഒക്കെ തിന്ന് നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രകൃതി നമുക്കൊരു എന്ത് തന്നിട്ടുണ്ട്? ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ആ ജീവിതം നമ്മൾ അനുഭവിക്കേണ്ടി വരും. സുഖേച്ഛ മാത്രമാണ് അവരെ പ്രചോദിപ്പിക്കുന്നത് അല്ലേ? സുഖത്തോടുകൂടി ഇങ്ങനെ രുചിയോടുകൂടി ജീവിച്ചു പോകുക എന്നുള്ളത് മാത്രമാണ് അവരെ പ്രചോദിപ്പിക്കുന്നത്. അതൊന്നും നമുക്ക് പാടില്ല. നമ്മളതൊന്നും പാടില്ല. നമ്മൾ നല്ല രീതിക്ക് വൃത്തിയായിട്ട് നമ്മൾ സ്വാത്വിക മനോഭാവത്തോടു കൂടി തന്നെ ജീവിച്ചു പോകണം. യജ്ഞം ചെയ്യേണ്ടത് എങ്ങനെയെന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ജീവിക്കുന്ന പാറ്റനെയും പാമ്പിനെയും ഒക്കെ തിന്നുന്ന ആൾക്കാർക്ക് യജ്ഞം എന്താണെന്ന് പോയിട്ട് ഗുരുവായൂരപ്പൻ എന്നുള്ളതിൻ്റെ പോലും അറിയത്തില്ല. അവർക്കറിയുന്ന എന്താണ്? കുറേ നോൺ വെജിൻ്റെ പേരും ഈ അതിൻ്റെ പേരും മറന്നുപോയല്ലോ. ആ സാധനത്തിലിട്ട് കറക്കുന്ന ഒരു കോഴി ഉണ്ടല്ലോ, നരകത്തിലെ കോഴി എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു, അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. ആ നരകത്തിലെ കോഴീനെയും തിന്നിട്ട് അതിൽ തന്നെ കിടക്കുന്ന ആട്ടിനെയും തിന്നിട്ട് അങ്ങനെ ജീവിച്ച് സുഖമായി ജീവിച്ച് അവസാനം കുറേ കഷ്ടതകളിൽ അനുഭവിച്ചിട്ട് അടുത്ത ജന്മം ഒന്നും തിന്നാൻ കിട്ടാതെ തെരുവിൽ കിടക്കേണ്ടി വരും. അപ്പം അതൊന്നും വേണ്ട. നമുക്ക് സാത്വികമായി ജീവിച്ച് ഭഗവാനെ അറിഞ്ഞ് മുന്നോട്ട് പോയാൽ മതി. ചൈതന്യ മഹാപ്രഭു ആവിഷ്കരിച്ച ഏറ്റവും നിഷ്പ്രയാസമായിരിക്കുന്ന യജ്ഞമാണ് സങ്കീർത്തന യജ്ഞം. എന്താണ്?
നമ്മളുടെ സങ്കീർത്തനയജ്ഞം ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭു നമുക്ക് നൽകിയിരിക്കുന്ന അത് തന്നെ ഷവർമ്മ. അല്ല, ഷവർമ്മയാണോ അത്? അല്ല, ഈ ഒരു കമ്പിയിൽ കുത്തിയിട്ട് ഇങ്ങനെ ആട്ടുമല്ലോ ഒരു സാധനം, നരകത്തിലെ കോഴി, എന്തോ അതിന് പറയാ, ഞാൻ അതിനതാ പേര് വെച്ചിരിക്കുന്നത്, നരകത്തിലെ കോഴി. അത് നരകത്തിലെ കോഴി തന്നെയല്ലേ, ചുട്ടിങ്ങനെ തിരിക്കുകയല്ലേ അതിനെ ആ കമ്പിയിലിട്ടിട്ട്. അയ്യോ, അതിൻ്റെ പേര് മറന്നല്ലോ ആ സാധനം. അതുപോലെ നമ്മളും ഒരു കാലത്ത് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കേട്ടോ. ഷവർമ്മ എന്ന് പറയുന്ന ആ ചെത്തി ചെത്തി എടുക്കുന്ന സാധനമല്ലേ. അയ്യോ, കുഴിമന്തി ഒന്നല്ലെന്നേ. കുഴിമന്തി എന്തുവാ, ചോറിൻ്റെ മുകളിൽ കുറേ ചിക്കനൊക്കെ വെച്ച് തരുന്നല്ലേ കുഴിമന്തി? അൽഫാമാണോ എന്താണ്ട് പറഞ്ഞണം. എന്തായാലും നരകത്തിലെ കോഴിയാണ്. അതിനെ ആ കമ്പിക്കകത്തിട്ട് ഇങ്ങനെ ഒരു കമ്പിയിൽ കുത്തിയിട്ട് എരിവൊക്കെ തേച്ച് അതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുറ്റിക്കറക്കി. അയ്യോ, രക്ഷയില്ല, പാവം. അത് അതിൽ കിടന്ന് എന്താ പറയുക, പൊള്ളി വെന്ത് മരിക്കല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഗ്രിൽഡ് ചിക്കൻ, എക്സാക്ട്ലി അതന്നെയല്ലേ പേര്, ഗ്രിൽഡ് ചിക്കൻ എന്നല്ലേ, തന്തൂരി, ഇതൊക്കെ തന്നെ അതിൻ്റെ പേര്. ആരൊക്കെ ഈ പേര് പറഞ്ഞിരിക്കുന്ന എല്ലാവരും നോട്ട് ചെയ്യട്ടെ ഞാൻ. അപ്പം അതൊക്കെ നമ്മളും നാളെ അതൊക്കെ ആയിട്ട് തീരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. കൃഷ്ണാവബോധത്തിന്റെ സിദ്ധാന്തങ്ങൾ അംഗീകരിക്കുന്ന ഏതൊരാൾക്കും നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ പാത പിന്തുടരാം. അപ്പൊ കൃഷ്ണാവബോധം, അൽബാമയോ, കൃഷ്ണാവബോധം ആരൊക്കെയാണോ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവരൊക്കെ ഈ പറയുന്ന സാധനങ്ങളെല്ലാം അങ്ങ് ഒഴിവാക്കിയിട്ട് സ്വസ്ഥമായി സന്തോഷമായിട്ട് സാത്വിക മനോഭാവത്തോടു കൂടി ഭഗവാനെന്നും പറഞ്ഞുകൊണ്ട് ചൈതന്യ മഹാപ്രഭു എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങോട്ട് ജപിക്കുക. ഈ പറഞ്ഞ ആൾക്കാരെ പേരൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട്. തന്തൂരി ചിക്കൻ, ചിക്കൻ ടിക്ക, അൽബാമ, പിന്നെന്തുവാ ഗ്രിൽഡ് ചിക്കൻ, കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവരോടൊക്കെ ഞാൻ ഗീതയിലുള്ള ഓരോ ശ്ലോകം പറയും നമ്മുടെ മീറ്റിംഗ് വെക്കുന്ന സമയത്ത്. ഓ മാരാരെ, നീയും സമ്മതിച്ചു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സമ്മതിച്ചടാ കേട്ടാ, നിനക്കുള്ളത് ഞാൻ വേറെ തരാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, കൃഷ്ണാവബോധത്തിൽ ദിവ്യമാതാജി അറിഞ്ഞാലും ഞാനില്ലാന്ന് അതിനറിയലുണ്ടാവില്ല. ഞാൻ വെജാണ് മാതാജിന്ന്, ഓക്കെ ഫൈൻ, എല്ലാത്തിനും പണി കൊടുക്കണം. പിന്നെ അല്ലാണ്ട് എല്ലാത്തിൻ്റെ പേരും നോട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാത്തിനും പണി കൊടുക്കണം, വിടാൻ പാടില്ല, ഒന്നിനെയും വിടരുത്. ഇതിനെ കൊണ്ടൊക്കെ നമ്മൾ ഗുരുവായൂർ ഒത്തുകൂടി കഴിഞ്ഞാൽ ലൈവ് ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മളെ സൂം ക്ലാസ് വെച്ചിട്ട് എല്ലാത്തിനെ കൊണ്ട് നമ്മൾ ശ്ലോകം പറയിപ്പിക്കണം. അപ്പം അറിയാമല്ലോ ഇതിൻ്റെയൊക്കെ പേര് പറയോ ശ്ലോകം പറയോ എന്നുള്ളത്. ഇനി ഒരെണ്ണം പറയില്ല കേട്ടോ, എല്ലാം കൈകൂപ്പിക്കൊണ്ട് വരും ഇനി. അതെ ശ്രീലത മാതാജി ചോദിച്ചാൽ വല്ല ആവശ്യമുണ്ടോന്ന് കണ്ടോ, ഇനി എല്ലാം കൈകൂപ്പലായിരിക്കും. ശിവപാർവതി ഞാനില്ല, ഇനി ഒരു മനുഷ്യനും ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാവില്ല, ഒരെണ്ണം ഉണ്ടില്ല, ഇനി എല്ലാം കൈകൂപ്പും, എല്ലാം ചിരിക്കും. ഗീതാ മാതാജി, ഒരു കോഴിക്ക് എത്ര പേരാണ്, എനിക്കൊരു പേരുമില്ല, എനിക്കൊന്നും അറിയില്ലെന്ന്. സത്യമല്ലേ? എന്താണ് ആദ്യം ദിവ്യയാണ് പറഞ്ഞത്, ഞാനും ശ്രദ്ധിച്ചു, ദിവ്യയാണ് ആദ്യം പറഞ്ഞത് എന്നുള്ളത്. കറക്റ്റ്. ഇതൊക്കെ മുൻപ് തിന്നതാണ്. അത് ശരി, അങ്ങനെ വരട്ടെ, കോഴിക്കോടല്ലേ വീട്, ഞാൻ വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. പിന്നെ ശ്രീകുമാരി മാതാജി, ഞാൻ വെജാണ്. ഷീജ സുനിൽ മാതാജി, പിടിച്ചോ, വെജാവാൻ പറ്റുന്നില്ല എന്നത് പിടിച്ചോളൂ. രണ്ടാമത്തെ ആള്, ഞാൻ കഴിക്കില്ല മാതാജി. ബീന മാതാജി, ഓക്കെ ഫൈൻ, ഞാനും ഇല്ല, ഞാൻ കഴിക്കില്ല. സൂപ്പർ, മറന്നതിൻ്റെ പേര് പറഞ്ഞതാണ്. സെൽവൻ പ്രഭു പറയും, ഞാൻ ഓർത്തതേ ഇല്ല, എൻ്റെ ഓർമ്മകളിൽ അങ്ങനെ ഒരു സംഭവമില്ല, ഞാൻ മറന്നേ പോയി അങ്ങനെ ഒരു പേര്, പിന്നെ ഓർത്ത് പറഞ്ഞതാ മാതാജി. അത് കറക്റ്റ്, പാവം, നമ്മൾ ഓർമ്മിപ്പിച്ചു സെൽവൻ പ്രഭുവിനെ. അത് മോശമായി പോയിട്ടോ മാതാജിമാരെ, നിങ്ങൾ ആ പാവത്തിനെ ഓർമ്മപ്പെടുത്തിയത്. ഇപ്പോൾ സുജ മാതാജി ഇപ്പോൾ കഴിക്കാറില്ല. ലേഖ മാതാജി, ഞാൻ വെജാണ്. മാരാരെ, നീ ഒന്നിനും ഉണ്ടാവാൻ പാടില്ല, നിന്നെ പിടിക്കും, പേഴ്സണലി പിടിക്കും. ഞാൻ വെജാണ്. ഇത് കാണുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. അപ്പം നിങ്ങളൊക്കെയാണ് പച്ചക്കറിക്ക് വില കൂട്ടിയ ആൾക്കാരല്ലേ. ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി. മാതാജി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കണേ, ക്ലാസ്സിലാണേ. ഞാൻ വെജാണ്. രാജലക്ഷ്മി മാതാജി പറയുന്നു ഞാൻ വെജാണ്. അങ്ങനെയെങ്കിൽ ഗുരുവായൂർ വരുന്ന എല്ലാവരും വെജായി കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചുറ്റോടുള്ള എല്ലാ നോൺ വെജ് ഷോപ്പും അടച്ചു കൊണ്ടുവരും അല്ലേ. അല്ലേ നമുക്ക് വേണ്ട, നമ്മുടെ ലക്ഷ്യം അതല്ലേ, എല്ലാ നോൺ വെജ് കടയും അടപ്പിക്കുക, എന്നിട്ട് വെജ് മാത്രമാക്കുക. എന്ത് രസമായിരിക്കും നോക്കിക്കേ, സൂപ്പർ അല്ലേ. ഗുരുവായൂർ പോകുന്ന ആരും നോൺ കഴിക്കരുത്, എല്ലാവരും വെജ് കഴിക്കണം. അപ്പം എല്ലാ നോൺ വെജ് കടയും അടച്ചു. ഞാൻ മുമ്പ് പ്യോ വെജ് ആയിരുന്നു, ഇപ്പോൾ ഉള്ളി വെളുത്തുള്ളി എല്ലാം നിർത്തി. സൂപ്പർ പ്രസന്ന മാതാജി, ഗ്രാറ്റ് സല്യൂട്ട്. ഞാൻ വെജാണ്. സരോജിനി മാതാജി, ഇനി ആരൊക്കെയാണ് നോൺ ഉള്ളവരൊന്ന് പറയോ? വെജ് കുറേ ഉണ്ടാവും, നോൺ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്, ഷീജ സുനിൽ മാതാജി. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമില്ല.
സനിഷ മാതാജി പറയുന്നു, ഞാൻ സത്യം പറയാം, ഏകാദശിക്ക് 3 ദിവസം വെജാണ്, ഹൗസ് ഫുൾ ഡേ നോൺ വെജ്. ഇത് കണ്ടോ, സനിഷ മാതാജി ഏകാദശിക്ക് 3 ദിവസം വെച്ച് കൂട്ടത്തിൽ ഹസിനെയും പിടിച്ചിരിക്കുന്നു. കണ്ടോ? അതെ, ശരിയാണ് ശശി പ്രഭു, വേദ വെജാണ്. സനിഷ മാതാജി പെട്ടു, ഭർത്താവിനെയും പെടുത്തി. ചേട്ടാ ഞാൻ എന്തായാലും പെട്ടു ചേട്ടാ, ഇനിയിപ്പം ചേട്ടനെയും കൂടെ കൂട്ടത്തിൽ പിടിക്കാമെന്ന്. പുഷ്പവല്ലി മാതാജി വെജായി. എല്ലാത്തിൻ്റെയും പേരറിയാം, കഴിക്കില്ല. അതെങ്ങനെ ദിവ്യ മാതാജി പേരറിയാം കഴിക്കില്ല എന്ന് പറയുന്നത്? ഞങ്ങൾക്കൊന്ന് എന്താ പറയുക, ഹിപ്നോട്ടിസം ചെയ്യണം. ബിന്ദു മാതാജി വെജാണ്. ബിന്ദു സുരേഷ് മാതാജി സൂപ്പർ. ശ്രീകുമാരി മാതാജി പറയുന്നു, ഞാൻ പറഞ്ഞതിന് ശേഷം ഉള്ളി കുറച്ചു എന്ന്. കറക്റ്റ്, എക്സാക്ട്ലി, അതാണ് വേണ്ടത്. കേരളം മൊത്തം വെജാണെങ്കിൽ എന്ത് നന്നായേനല്ലേ. അങ്ങനെ ഒരു കാലം വരുമോ എന്തോ, ഗുരുവായൂരപ്പൻ അങ്ങനെ ആക്കിയെടുക്കും, നോക്കാം നമുക്ക്. എനിവേ ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സാധിച്ചാൽ രാത്രി 8:30 മണിക്ക് കാണാം, സാധിച്ചില്ലെങ്കിൽ നമുക്ക് നാളെ കാണാം. പ്രഭാത മഞ്ജരിയിൽ എനിക്ക് രാത്രി കുട്ടികളുടെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ്. 7034450024 70 344 524. ശശി പ്രഭു ഇപ്പം കഴിക്കാറില്ല. സൂപ്പർ. രമാ പ്രസന്ന കുമാർ മാതാജി നോട്ട് ചെയ്തോളൂ കേട്ടോ, വല്ലപ്പോഴും കഴിക്കാറുണ്ടെന്ന്. ഞങ്ങൾ കുറച്ച് പേര് അങ്ങോട്ട് വരുന്നുണ്ട് വീട്ടിലേക്ക്, ഞങ്ങൾ നിർത്തി തരാം. പഴയ കാലത്ത് വർഷത്തിൽ 1-2, അത് കറക്റ്റാണ് ബിന്ദു മാതാജി. വീട്ടിലാരെങ്കിലും വന്നാൽ ഏതെങ്കിലും ഒരു കോഴീനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് കൊന്ന് കറി വെക്കാറുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അയ്യോ നാരായണ, ഇതാര്? 2 പട്ടി ഓടിച്ച് പിടിച്ചു പാവത്തിന്. രമണൻ പ്രഭുവിനെ 2 പട്ടി ഓടിച്ചു. സത്യം പറഞ്ഞ പ്രഭു, എനിക്ക് വിഷമമുണ്ട്, പക്ഷെ എനിക്ക് ആ ചിരി വരും അങ്ങനത്തെ കാര്യം കേട്ട്. കാരണം എന്നെയും പട്ടി ഓടിച്ചിട്ടുണ്ടോന്ന് വിചാരിക്കരുത്. അങ്ങ് സൂക്ഷിച്ചിരിക്കുക. എവിടെങ്കിലും ആ പട്ടിയുടെ കയ്യോ കാലോ തട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം. പിന്നെ വേറെ എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ സെപ്റ്റിക് ആവാതെ നോക്കണം. കാലാവസ്ഥ വളരെ മോശമാണ്. ഓക്കെ, ആരോഗ്യം ശ്രദ്ധിക്കണം. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത്. പട്ടികളെ വീട്ടിലേക്കൊന്നും ആരും പോകരുത് കേട്ടോ, സൂക്ഷിക്കുക. പട്ടീൻ്റെ പിന്നാലെ ഒന്നും ആരും പോകരുത്. അത് ഭയങ്കര പ്രശ്നമാണ് കേരളത്തിൽ. അയ്യോ, തെരുവ് പട്ടികൾ ഓടിച്ചിട്ട് കടിക്കാനും കുട്ടികളൊക്കെ അങ്ങ് പിച്ച് ചീന്തി കളയും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും. അദ്വൈത് മാതാജി, അദ്വൈത് സജീവ് നിർത്തിക്കോളാം. രമാ മാതാജി പിടിച്ചോളൂ. വലിയുള്ളി അല്ലേ ഈ സവാള എന്ന് പറയണ വസന്ത മാതാജി? ഇത്രയും നേരം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് സവാളയും വലിയുള്ളിയും ഒന്നാണ്, കഴിക്കരുത് കേട്ടോ. ഓക്കെ, രമണൻ പ്രഭു പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നോക്കാം ബീന മാതാജി, കുറച്ച് ജോലി ഉണ്ട്, അത് തീർക്കട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം. ആരോഗ്യം ശ്രദ്ധിക്കണം രമണൻ പ്രഭു. വീണ്ടും പറയുന്നു, ഒരു ഉള്ളിയും കഴിക്കാൻ പാടില്ല. ഉള്ളിയും പാടില്ല, ഉള്ളീൻ്റെ ഇലയും പാടില്ല. ഇലയൊക്കെ കിട്ടുമല്ലോ അല്ലേ കടയിൽ, ബിരിയാണിയിലൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊന്നും മേടിച്ച് കഴിക്കരുത് കേട്ടോ. യെസ്, പഴയ കാലത്ത് ഇതൊന്നുമില്ല, അസുഖങ്ങളൊന്നുമില്ല. ക്ലാസ് സൂപ്പറാണ്. താങ്ക് യു ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? നമുക്ക് കാണാം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവന പരീഷൻ കി ജയ്. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗീതാ ക്ലാസ്സിലേക്ക് വന്ന എല്ലാവർക്കും 1000 നന്ദി. ക്ലാസ് ശരിക്ക് മനസ്സിലാക്കുക, എൻജോയ് ചെയ്യുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാ സങ്കടങ്ങളെയും സന്തോഷമാക്കിക്കൊണ്ട് ഗുരുവായൂർ മഞ്ജരീസിലൂടെ ചിരിക്കുക, ചിന്തിക്കുക, കൃഷ്ണാവബോധത്തിൽ ജീവിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ.